വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. വെളിപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേദപുസ്തകം 2 ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സാമാന്യ അറിവുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും. ആ 2 ഭാഷയിലുമുള്ള മൂലഭാഷയിലുള്ള 2 പദങ്ങൾ അപ്പോക്കാലിപ്സിസ്, എസ്കറ്റോസ് എന്ന 2 വാക്കുകളാണ്. അപ്പോക്കാലിപ്സിസ്, എസ്കറ്റോസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം മറ നീക്കുക എന്നാണ്. മറ നീക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ശീല അവിടെ വലിച്ചു കെട്ടിയിട്ടുണ്ട്, ഇവിടെ മതിലുകളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധ്യമല്ല. ആകാശം എന്ന തിരശ്ശീലയുടെ അപ്പുറത്ത് എന്താണുള്ളത് എന്ന നൂറ്റാണ്ടുകളായി ഭക്തന്മാർ ദൈവത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ വ്യക്തമായ ശക്തമായ ഒരു മറുപടി അതിനൊന്നും നമുക്ക് ലഭ്യമായില്ല. എന്നാൽ പത്മോസിൻ്റെ പാറപ്പുറത്ത് മുട്ടുമടക്കിയ യോഹന്നാൻ്റെ മുൻപിൽ നമ്മുടെ ആത്മീയ നേത്രങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ആകാശം എന്ന തിരശ്ശീല വകഞ്ഞു മാറ്റി കാണാവുന്ന വിധത്തിൽ പ്രദർശിപ്പിച്ച് തന്നിരിക്കുന്ന വെളിപ്പാടുകളുടെ ഒരു കലവറയാണ് ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഈ പുസ്തകം ആരും വായിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും അന്ത്യകാലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ജ്ഞാനം വളരെ വർദ്ധിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഇത് ഒരു വലിയ പ്രയാസമുള്ള പുസ്തകമായിട്ടൊന്നും ഇരിക്കുന്നില്ല. ഒരല്പസമയം നമ്മൾ ചെലവഴിക്കാമെങ്കിൽ ഈ പുസ്തകത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ലളിതമായ ഭാഷയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ഇത് വെളിപ്പാടുകളുടെ ഒരു കലവറയാണ്. എല്ലാ അധ്യായങ്ങളിലും ദൈവിക വെളിപ്പാടുകൾ ഇതിനകത്ത് ഉള്ളടക്കം ചെയ്തു വച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിൽ മാറത്ത് പൊൻകച്ചു കിട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്. 2-3 അധ്യായങ്ങളിൽ ഭാവിയിൽ ദൈവത്തിൻ്റെ സഭ കടന്നു പോകും എന്ന് ദൈവശാസ്ത്രത്തിലെ പിരീഡുകൾ പഠിപ്പിക്കുന്ന 7 സഭകൾ, എഫസോസ്, മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദിക്ക എന്നിങ്ങനെ 7 സഭകളെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. 4-ാം അധ്യായത്തിൽ 24 മൂപ്പന്മാർക്ക് നടുവിലുള്ള ദൈവീക സിംഹാസനത്തിൻ്റെ വെളിപ്പാടാണ്. 5-ാം അധ്യായത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം, ദാവീദിൻ്റെ വേരും ശുഭ്രനക്ഷത്രവുമായവൻ തുറക്കുന്നതിൻ്റെ വെളിപ്പാടാണ്. 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് ഉൽപ്രാപണം ചെയ്ത അനന്തരം, അഥവാ എടുക്കപ്പെട്ടതിന് ശേഷം, ഉപദേശപരമായി പല ആളുകൾക്കും തർക്കസംഗതികളുടെ വിഷയമാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന പ്രമാണത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, സഭ എടുക്കപ്പെട്ടതിന് ശേഷം എതിർ ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുന്ന 7 വർഷത്തെ മഹാപീഡന കാലയളവിൻ്റെ 2ാമത്തെ പകുതിയായ 3.5 കൊല്ലം കൊണ്ട് സ്വർഗത്തിൽ നിന്നും ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കുന്ന 60 ബാധകളിൽ 50-ൽ പരം ബാധകളുടെ വെളിപ്പാടാണ് 6-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ. 17-ാം അധ്യായത്തിൽ സാത്താൻ്റെ സഭയുടെ പ്രതീകം എന്ന് വേദചിന്തകന്മാർ വിളിക്കുന്ന മർമ്മം മഗതിയാം ബാബിലോൺ, അതിൻ്റെ ന്യായവിധിയുടെ വെളിപ്പാടാണ്. 18-ാം അധ്യായത്തിൽ ശേഷിക്കുന്ന മഹാപീഡന കാല സംഭവങ്ങളുടെ വെളിപ്പാടും 19-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ സഭയാകുന്ന, തോഴിയാകുന്ന, പ്രിയയാകുന്ന, കാന്തയാകുന്ന മണവാട്ടിയെ, പ്രിയനും തോഴനും കാന്തനുമൊക്കെയാകുന്ന മണവാളൻ വേളി കഴിക്കുന്ന കുഞ്ഞാടിൻ്റെ വിവാഹത്തിൻ്റെ വെളിപ്പാടാണ്. 20-ാം അധ്യായത്തിൽ 11 സിംഹാസനങ്ങളിൽ പ്രധാനപ്പെട്ട വെള്ളസിംഹാസനം, മരിച്ചു പോകുന്ന രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ ന്യായവിധി നടത്തുന്ന വെള്ളസിംഹാസനം എന്ന ആ ന്യായവിധിയുടെ വെളിപ്പാടും 21-ാമത്തെ അധ്യായത്തിൽ ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള ജെറുസലേം എന്ന വിശുദ്ധ നഗരം മണവാട്ടിയെപ്പോലെ സ്വർഗത്തിൽ നിന്നും ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നതിൻ്റെ വെളിപ്പാടും, ഒടുവിലത്തേതും അവസാനത്തേതുമായി 22-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ സഭ നിത്യതയിലേക്ക് മറയുന്ന പുതിയ യെരുശലേമിൻ്റെ വെളിപ്പാടുമാണ്. 22 അധ്യായങ്ങളിലായി 404 വാക്യങ്ങളിലായി ഈ ഭൂമിയിൽ ചവിട്ടു നിൽക്കുന്ന മനുഷ്യന് നോക്കിക്കാണുന്ന നീലാകാശത്തിനപ്പുറത്ത് എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായി വെളിപ്പാടുകളുടെ കലവറയായി ഒരു പുസ്തക രൂപത്തിലാക്കി
ഒരു 100, 150, 500 രൂപ കൊടുത്താൽ കിട്ടാവുന്ന വിധത്തിൽ ഈ പുസ്തകം കൈയടക്കത്തോടെ ഈ വെളിപ്പാടുകളുടെ കലവറ നമ്മുടെ കയ്യിൽ ഭദ്രമായി തന്ന ദൈവത്തെ ഇന്ന് രാത്രിയിൽ ആദ്യമായി ഞാൻ സ്തുതിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ വാക്യം, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ദൈവാത്മാവിൻ്റെ സഹായത്തോടെ വ്യക്തവും തിട്ടവുമായി പറയുന്നതിനാണ് ബൈബിളിൽ പ്രവചനം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. എത്രയോ പ്രവചനങ്ങൾ നിറവേറി, 600,000 പ്രവചനങ്ങൾ നിറവേറി. അവ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെട്ടു കഴിഞ്ഞു ഭൂതകാല സുവർണ ലിപികളിൽ, രേഖകളിൽ. എത്രയോ പ്രവചനങ്ങൾ ഈ വർത്തമാന കാലഘട്ടത്തിലും നിറവേറിക്കൊണ്ട് വേദപുസ്തകത്തിൻ്റെ ദൈവവിശ്വാസീയത ദൈവം ഇന്നും ജനസമൂഹത്തിൻ്റെ നടുവിൽ അരക്കിട്ടുറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ലോട്ടറിക്കാരൻ പറയുന്ന പോലെ അങ്കുലി പരിമിതമായ പ്രവചനങ്ങൾ മാത്രമേ അനധിവിദൂര ഭാവിയിൽ നിറവേറുവാനായിട്ട് ഉള്ളൂ. അർത്ഥാൽ നിറവേറിക്കഴിഞ്ഞതും നിറവേറിക്കൊണ്ടിരിക്കുന്നതും നിറവേറാനുള്ളതുമായ പ്രവചനങ്ങളാൽ നിബിഡീകൃതമായൊരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. അതുകൊണ്ടാണ് ആ വാക്ക് വരാൻ കാരണം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാനാണ്. ആ വാക്യം വായിച്ചത് ആരാണ്? ഒന്ന് കൈപൊക്കിക്ക്. വെളിപ്പാട് പുസ്തകം 1-ന്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ ആ സഹോദരി ഈ വാക്യം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഏതായിരുന്നാലും യോഗത്തിന് വന്നപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയുള്ള 1.5 മണിക്കൂർ കൂടെ ശ്രദ്ധിച്ചിരുന്നാൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ഇനി വാക്യം വായിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് ചോദിച്ചാൽ 2-ാമത്തെ ഭാഗം എന്താണ്? കേൾക്കുന്നവൻ ഭാഗ്യവാനാണ്. എങ്ങനെയൊക്കെ കേൾക്കും? പരസ്യമായി വന്ന് കേൾക്കും, രഹസ്യമായിരുന്ന് കേൾക്കും. ഇനി ഇങ്ങനെയുള്ള യോഗങ്ങൾക്കെങ്ങാനും 12 യോഗത്തിൽ കടന്നു ചെന്നാൽ അവരെങ്ങാനും ഒരു സഭയിൽ പിടിച്ചു മുക്കുമോ എന്ന് പേടിച്ചിട്ട് ഒരുപക്ഷെ എവിടെയെങ്കിലുമൊക്കെ വെളിയിലിരുന്നു കൊണ്ട് ആര് വചനം കേട്ടാലും, ഈ വചനം നിങ്ങൾ ആരെങ്കിലും കേട്ടാൽ നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഈ വെളിച്ചത്ത് വന്ന് കേട്ടാലും, ഇരുട്ടത്തിരുന്ന് കേട്ടാലും, പതുങ്ങിയിരുന്ന് കേട്ടാലും, പരസ്യമായി കേട്ടാലും, വിമർശിക്കാൻ കേട്ടാലും, വിലയിരുത്താൻ കേട്ടാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. 64 അടി 32 അടി 16 അടി ചാട്ടവാറ് കൊണ്ടല്ല, ജാതിയിൽ ഉയർന്നവനെ കണ്ടാൽ താണ ജാതിക്കാരൻ മാറി നിൽക്കണം എന്ന ചാതുർവർണ്ണ വ്യവസ്ഥയിൽ കൊടികുത്തി വാണ ഈ മലയാളക്കരയുടെ മണ്ണിൽ ഈശ്വരൻ്റെ നാമമെങ്ങാനും നാവിലെടുത്താൽ ആ നാവിൽ എന്തൊക്കെയോ കുത്തി ഇറക്കണമെന്നും ഇത് കേട്ടാൽ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണം എന്നും അഴിക്കാനാകാത്ത കരിനിയമങ്ങൾ വാണ ഈ മലയാളക്കരയുടെ മണ്ണിൽ ഇന്ന് രാത്രിയിൽ ആത്മാഭിമാനത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ വചനം കേട്ടാൽ ഒരുത്തനും ഒന്നും സംഭവിക്കത്തില്ല. ഇത് കേൾക്കുന്നവനും ഭാഗ്യവാനാണ്. 3-ാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് പ്രമാണിക്കുന്നവൻ ആരാണ്? അവനാണ് സൂപ്പർ ബമ്പർ ലോട്ടോ അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അതിൻ്റെ വിശദാംശം കിടക്കുന്നില്ല. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, സമയം അടുത്തിരിക്കുന്നു. 2 കാര്യങ്ങൾ. 1, മരണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. അധികം ആയുസ് ഇനി ലോകത്തിൽ മനുഷ്യർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അതൊരു 1.5 മണിക്കൂർ കൊണ്ട് പ്രസംഗിക്കേണ്ടതാണ്. ആ ഭാഗം ഞാൻ വിടുന്നു. 2-ാമത്തേത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മരണത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊരു ഹല്ലേലൂയ പറയും എന്ന് ഞാനും വിചാരിച്ചിട്ടില്ല. എന്താ കാരണം? മരണത്തെ ഞങ്ങൾക്ക് പേടിയില്ല എന്നൊക്കെ ആവർത്തിച്ച് പറയുമെങ്കിലും അതിനോടൊരു പേടിയുണ്ടെന്ന് ഈ നനഞ്ഞ പ്രതികരണം കണ്ടപ്പം എനിക്ക് ഏതാണ്ട് മനസ്സിലായി. മരിച്ചു നോക്കിയാലല്ലേ പേടിയുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജീവനോട് ഇരിക്കുകയാണല്ലോ, എന്തും പറയാമല്ലോ ജീവനോട് ഇരിക്കുമ്പം. പക്ഷെ 2-ാമത്തെ കാര്യം, യേശുവിൻ്റെ പുനരാഗമനത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ കടന്നൽ കൂടെ ഇളകിയതുപോലെ, കടലിൽ നിന്നും തിരമാല വരുന്ന പോലെ, ആർത്തലയ്ക്കുന്നത് പോലെ ഇരിക്കുന്ന കസേരയിൽ നിന്നൊക്കെ ആളുകൾ ചാടി എഴുന്നേറ്റിട്ട് ഹല്ലേലൂയ എന്നൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത്. ആരോട് പറയാൻ? എവിടെ പോയി പറയാൻ? പുലി വരുന്നേ എന്നൊരു കഥയെക്കുറിച്ച് പണ്ട് മുതൽ കേൾക്കാറുണ്ട്. ആ കഥയുടെ അവസാനം പറയുന്നത്, ഇത് കേട്ട് മടുത്തത് കൊണ്ട് ഇപ്പോഴാരും പുലി വരുന്നുള്ള കഥ വിശ്വസിക്കാറില്ല. കഥയുടെ അവസാനം രസകരമായി സംഭവിച്ചല്ലോ. ഒടുവിൽ പുലി വന്നു, പിടിക്കപ്പെടുകയും ചെയ്തു. ഇതുപോലെ കർത്താവ് വരുന്നേ 35 വർഷമായി ഞാൻ പറയുകയാണ് യേശു വരുന്നേ. ഇതുപോലെ എന്നെപ്പോലെ അനേക ദൈവദാസന്മാർ പറയുകയാണ് കർത്താവ് വരുന്നേ.
കേൾവിക്കാർ പറഞ്ഞു തുടങ്ങി, ഇതൊക്കെ മടുത്തുപോയ വിഷയമാണ് പാസ്റ്ററേ, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറ. പിന്നെ നമ്മുടെ അകത്തളങ്ങളിലും സ്തോത്രമൊക്കെ കുറഞ്ഞു തുടങ്ങി. കാരണം പാവപ്പെട്ടവൻ്റെ പാദങ്ങൾ പാശ്ചാത്യ ലോകത്ത് കാലുകുത്തി പളപള മിന്നുന്ന പച്ചനോട്ടൊക്കെ കയ്യിൽ വന്നല്ലോ. ഒരു നിലയിലും അല്ലാത്തവൻ 2 നില വീടൊക്കെ പണിത് ജാരികസേര ഇട്ട് പണ്ടത്തെ വാട്ടുകപ്പയും കട്ടൻ കപ്പയും കട്ടൻ മുളകും കാന്താരി മുളകും എല്ലാം മറന്നൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യേശു വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്ത് എന്ന ചിന്താഗതിയിലേക്ക് ആളുകൾ മാറി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഏത് കാലഘട്ടത്തിലും ഒരു ശേഷിപ്പ് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും. ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ കീഴെയും ഒരു ശേഷിപ്പ് അവശേഷിക്കുന്നുണ്ട്. അവരെങ്കിലും ദൈവത്തെ സ്തുതിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് ഞാനിത് പ്രസംഗിക്കുന്നത് ചോദിച്ചാൽ, 2017 വർഷത്തിൻ്റെ പ്രാധാന്യതകൾ ഞാൻ പിന്നാലെ ഒന്ന് വേഗത്തിൽ പറഞ്ഞുകൊള്ളാം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പ്രത്യേക കാരണമുണ്ട്. കോട്ടയം ജില്ലയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KC ചെറിയാൻ താൻ നിത്യത്തിലേക്ക് കടന്നുപോയല്ലോ. അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞു, മോനെ നീ ആദ്യം എവിടെ ചെന്നാലും, എത്ര പേരെ കേട്ടെന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ ആദ്യം പ്രസംഗിക്കണം, എവിടെ ചെന്നാലും കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കണം, രണ്ടാമത് ചെല്ലുമ്പം വേറെ എന്തെങ്കിലും പ്രസംഗിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ആ കുറിവാക്യം ഞാനങ്ങോട്ട് ഏറ്റെടുത്തു. അതുകൊണ്ട് എവിടെ ആദ്യം ചെല്ലുമ്പോഴും ആര് കേട്ടവരിരുന്നാലും, ഇവിടെയും കേട്ടവരൊക്കെ ഇരിക്കുന്നുണ്ടാവുന്നു, ഞാൻ അവരെ മുഖത്തേക്കും നോക്കുന്നില്ല. അതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ആരൊക്കെ ഉണ്ടെങ്കിലും ഞാനിതങ്ങോട്ട് പ്രസംഗിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം അടുത്തിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കാൻ സമയമായി എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഇനി ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്ന കാര്യമായതുകൊണ്ട് അങ്ങനെ ലോകത്തിൻ്റെ അവസാനമുണ്ടോ പാസ്റ്ററേ? മലയാള മനോരമ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂലോകം കത്തുന്ന ഒരു ചിത്രം കൊടുത്തിട്ട് അടിയിലൊരു അടിക്കുറിപ്പ് എഴുതി, ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. കുറേ കുത്തുകളിട്ട് പറയാണ്, പ്രാർത്ഥിക്കുന്നവർക്ക് അറിയാം, മനോരമക്കാർക്ക് അത്രയെങ്കിലും അറിയാമല്ലോ. നമ്മുടെ മനോമുകുരത്തിൽ കുറച്ചും കൂടി അറിഞ്ഞാൽ നല്ലതാണ്, ഈ ലോകം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകാവസാനത്തെക്കുറിച്ച് ധാരാളം ചിന്തകളുണ്ട്. ലോകാവസാനത്തെക്കുറിച്ച് ആളുകൾ കേൾക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നവരുമാണ്. ഞാനങ്ങോട്ടൊന്നും അധികം കിടക്കുന്നില്ല. 1914 ആരംഭിച്ച് 1918 11 മാസം 11 തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ട ഒന്നാം ലോകമഹായുദ്ധ അനന്തരം ആളുകൾ ചിന്തിച്ചൊരു ചിന്തയുണ്ട്, ലോകം അവസാനിക്കപ്പെടാൻ പോവുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു, നാഷണൽ സഖ്യം നിലവിൽ വന്നു. അപ്പോൾ ആൾ പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവുകയാണ്. പക്ഷെ ഒന്നും ഈ ലോകത്തിന് സംഭവിച്ചില്ല. 1948 മെയ് മാസം 14, 15, 16 തീയതികൾ വന്നപ്പോഴേക്കും ഇസ്രായേൽ സ്വതന്ത്ര രാജ്യമായി മാറി. ആ സമയത്തും ലോകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്, അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു. ഈ വാക്യത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മടങ്ങി വന്നിരിക്കുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും എന്ന് ചോദിച്ചുകൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്നും ലോകത്തിനൊന്നും സംഭവിച്ചില്ല. 1965 മുതൽ 72 വരെ നടന്ന 6-7 യുദ്ധങ്ങൾ ചരിത്രപ്രസിദ്ധമാണ്. ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യത്തിൻ്റെ ചുറ്റും കിടക്കുന്ന 21 രാജ്യങ്ങൾ 1068 പ്രാവശ്യം അവരോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവരോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലോകത്തിൽ 3000-ൽ പരം യുദ്ധങ്ങൾ രാജ്യത്തിൻ്റെ അതിർത്തികൾക്കകത്ത് ചെറിയ ചെറിയ വെടിയൊച്ചകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതൊന്നും ലോകമഹായുദ്ധമായി മാറിയിട്ടില്ല എന്ന് മാത്രം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയൊരു ലോകമഹായുദ്ധം താങ്ങുവാനുള്ള കഴിവ് ലോകത്തിനില്ലെന്ന് എനിക്കും നിങ്ങൾക്കും പറയാതെ അറിയാമല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട 1068 പ്രാവശ്യം ഈ രാജ്യങ്ങൾ ഇസ്രായേൽ യുദ്ധം ചെയ്തെങ്കിലും 6 യുദ്ധങ്ങൾ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. അതാണ് 65 മുതൽ 72 വരെ നടന്നത്. ആ കാലഘട്ടത്തിലും ആളുകൾ പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവുകയാണ്. ഒന്നും ലോകത്തിന് സംഭവിച്ചില്ല. 1985 ആയിരുന്നു അടുത്ത വർഷം. 85-ൽ അത്തി ഇലയുടെ രൂപമുള്ള ഒരു കൊടി ഇസ്രായേൽ ഉയർത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് 85 ലോകം അവസാനിക്കും, അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു, അതുകൊണ്ട് ഉരുക്ക് പല്ലുകൾ കൊണ്ട് ഉലകം ചവച്ചരച്ച പടച്ചട്ട എണിഞ്ഞ പടക്കളത്തിലിറങ്ങി പടനായകന്മാരായി തീർന്ന സാമ്രാജ്യങ്ങൾ ഇവിടെ സ്ഥാപിച്ച കുതിരയുടെ കടിഞ്ഞാൺ പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞ
AK-47 നിന്ന് മാരകമായ തോക്കിൻ്റെ വെടിയുണ്ടകൾ ഉതിർത്തുകൊണ്ട് ലോക സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചവരുടെ സാമ്രാജ്യമെല്ലാം അസ്തമിച്ചു പോയപ്പോൾ സ്നേഹത്തിൻ്റെ ചരട് കൊണ്ട് മുഴുവൻ ലോകത്തെയും ഉള്ളംകൈയിൽ വഹിച്ച യേശുക്രിസ്തു ഇവിടെ സമാധാനത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുമെന്ന് വിശ്വസിച്ച വർഷമാണ് 85. അന്നും ഇവിടെ ഒന്നും സംഭവിച്ചില്ല. 1991 മുതൽ ഇവിടെയുള്ള മിക്കവാറും ആളുകൾക്ക്, ലോകത്തിൽ മൊത്തം ആളുകൾക്കൊരു ചിന്തയുണ്ടായിരുന്നു, 2000 ആകുമ്പോഴേക്ക് ലോകം അവസാനിക്കും. മലയാളികളൊക്കെ അക്കാലങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഒന്നാണ് മലയാള മനോരമ, മംഗളം തുടങ്ങിയ മാസികകൾ. മംഗളം എന്ന് പറയുന്ന വാരികയ്ക്കകത്ത് 1991 ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രശസ്ത സാഹിത്യകാരനായ ബഹുമാനപ്പെട്ട KM റോയ് അന്ന് എഴുതിയ ഒരു ആർട്ടിക്കിൾ, അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇനി 9 വർഷങ്ങൾ മാത്രം. നോസ്ട്രദാമസ് എന്ന് പറയുന്ന ചരിത്രകാരനായ ആ താത്വികൻ്റെ ആശയങ്ങളുടെ ചുവട് പിടിച്ച് AD 2000 ആകുമ്പോഴേക്കും ഒരു പുതിയ നവലോക വ്യവസ്ഥിതി ലോകത്തിൽ വരുമെന്നും ആകാശത്തിൽ നിന്നും ഒരഭിനവ മഷിഹ, ആ വാക്ക് അദ്ദേഹം പറഞ്ഞില്ല, മരുപ്പച്ച പോലെയുള്ള മാസികകളാണത് പറഞ്ഞത്, ഒരു പുതിയ ഭരണ വ്യവസ്ഥിതി ലോകത്തിൽ വരുമെന്ന് പറഞ്ഞു വെച്ചു മംഗളം എന്ന വാരികയിൽ ബഹുമാനപ്പെട്ട KM റോയ് സാർ. ഇടതുപക്ഷ സൈദ്ധാന്തികനായ സഖാവ് P ഗോവിന്ദപിള്ള അടക്കമുള്ളവർ ദാനിയേൽ പ്രവചനങ്ങൾ വായിച്ച അനന്തരം ഇവിടെ ചോരയെങ്കിൽ ചോര കൊടുത്ത വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവാൻ രണാങ്കണത്തിൻ്റെ വീതിയിൽ ഇറങ്ങിയ ചെമ്പടയുടെ സമർത്ഥന്മാരായ സാരഥികൾ സ്ഥാപിക്കുന്ന സമത്വസുന്ദരമായ രാജ്യമാണോ എന്നറിയില്ല എന്ന് പറയുകയും 5ാം ലോക സാമ്രാജ്യത്തിൻ്റെ ആഗമനം സഖാവ് P ഗോവിന്ദപിള്ള അവസാന കാലഘട്ടങ്ങളിൽ പറഞ്ഞതും അദ്ദേഹം പടിയടച്ച് പിണ്ടമ്മയ്ക്കപ്പെട്ടതുമൊക്കെ ആ കാലങ്ങളിലെ വർത്തമാനകാല ചരിത്ര സംഭവങ്ങളാണ്. അതിലേക്കും ഞാൻ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇവിടുത്തെ സൈദ്ധാന്തികന്മാരും ചിന്തകന്മാരും താത്വികന്മാരും ഇതിഹാസ പുരുഷന്മാരും ഒക്കെ 2000 ആകുമ്പോഴേക്ക് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വിദ്യാഭ്യാസവും കാര്യമായിട്ട് ഇല്ലാത്ത എൻ്റെ മാതാപിതാക്കൾ പോലും വിശ്വസിച്ചിരുന്നു 2000 ആകുമ്പോഴേക്ക് ലോകം അവസാനിക്കുമെന്ന്. ഞാനാണ് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടത്. ഒരു യാക്കോബായ കുടുംബ പശ്ചാത്തലത്തിലാണ് രക്ഷിക്കപ്പെട്ടത്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് 8 വർഷങ്ങൾ കഴിഞ്ഞാണ് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അപ്പനൊക്കെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ നീ വെന്തിക്കോസിലേക്ക് പോയിട്ട് ശരിയും കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ 2000 ആകുമ്പോഴേക്ക് ലോകം അവസാനിക്കും. ഇത്രയും ആധികാരികമായി 2000 ആകുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് ഞാൻ പോലും പറയാതിരിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സുകാരി എൻ്റെ അമ്മ ഇത്ര ധൈര്യമായി 2000 ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഇത്ര ധൈര്യമായിട്ട് പറയാൻ കാര്യം? എൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ പറഞ്ഞു, യേശുവിൻ്റെ ഫോട്ടോയിൽ 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിനർത്ഥം 2000 ആകുമ്പോഴേക്കും യേശു വരുമെന്നാണ്, ലോകം അവസാനിക്കുമെന്നാണ് എന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ അപ്പനും 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂവെങ്കിലും അന്നത്തെ കാലത്ത് 2 പുസ്തകം എഴുതിയ ആളാണ്. കള്ളുകുടിയുടെ ഉസ്താദാണ്. നാട്ടിൽ ഭയങ്കര റൗഡിയാണ്. കാക്കുപ്പി ചാരായമെന്ന് ബാറ്റ കിട്ടും. ഞാനാണത് ചാരാഷാപ്പിൽ ചെന്ന് മേടിച്ച് അപ്പന് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചാരാഷാപ്പ് കൊണ്ട് തല്ലിപ്പൊളിച്ച് കളയും. അങ്ങനത്തെ മുഴുക്കുടിനായൊരു മനുഷ്യൻ. കുടുംബം നോക്കിയിട്ടില്ല എന്ന് അമ്മ പറയുന്നു. എനിക്കറിഞ്ഞുകൂടാ. എന്താണ് നിങ്ങൾ 10 കിലോ അരി മേടിച്ച് തരാത്തത് എന്ന് അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു അത്രേ, ശോശാമേ, റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മാവിനും പ്ലാവിനും ആരും എല്ലുപൊടി മേടിച്ചിടാറില്ല. അതെല്ലാം സമയമാകുമ്പോൾ പൂക്കും, കായ്ക്കും, ഫലം കായ്ക്കും. വാഹിറിയ ദൈവം എരയും തരും. മനസ്സിലായല്ലോ അപ്പനെ? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഉഡായിപ്പിന് PhD എടുത്ത ആളായിരുന്നു, ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് ഭയങ്കര ലോകജ്ഞാനമായിരുന്നു. രഞ്ജിനി എന്ന കലാവിധിയിലെ കഥാപ്രസംഗനായിരുന്നു. ആ രഞ്ജിനി കലാവിധിയിൽ ഞാനാണ് പിന്നീട് കഥാപ്രസംഗനായിട്ട് എഴുന്നേറ്റ് വന്നത്. പിന്നെ നമ്മുടെ VD രാജപ്പൻ സാറൊക്കെ രംഗത്ത് വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ കട്ടയും പടവും മടക്കി കളം വിട്ടൊഴിഞ്ഞത്. 2 വർഷം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും അപ്പൻ മരിച്ചു, അപ്പൻ്റെ അപ്പം മരിച്ചു, സ്വന്തക്കാർ മരിച്ചെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് പോയി കഥ പറയിപ്പിക്കുമായിരുന്നു. അപ്പോൾ ലോകവിവരം അത്യാവശ്യം അപ്പന് കൂടുതലുള്ളത് കൊണ്ട്, എന്നാൽ പിന്നെ അപ്പൻ വരുമ്പോൾ ഈ അമ്മ പറഞ്ഞതിൻ്റെ സാങ്കത്യം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ബൈബിളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പള്ളിയിൽ പോകാറുമില്ല. ഞായറാഴ്ച നേരം വെളുത്ത പള്ളിയിൽ പോകുന്നതിന് പകരം കള്ള് ഷാപ്പിലേക്കാണ് പോകുന്നത്.
അപ്പം അമ്മ ചോദിക്കും ഞായറാഴ്ചയിൽ പള്ളിയിലൊന്ന് പോകും. പുള്ളി പറയും പോകത്തില്ല, കാരണം എന്താണ് അവിടെ ചെന്നാൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചൊല്ലുന്ന കുർബാന 45 മിനിറ്റ് കൊണ്ട് വീടിൻ്റെ ഇറയത്തുനിന്ന് അദ്ദേഹം ചൊല്ലിച്ച് നേരെ കള്ള് ഷാപ്പിലേക്ക് പോകും. പുള്ളി പറയുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി, കാരണം പള്ളിയിലും കള്ള് ഷാപ്പിലും ഇള്ള എന്ന അക്ഷരമുള്ളത് കൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ മതി എന്നാണ് എൻ്റെ അപ്പൻ പറയാറുള്ളത്. അപ്പൻ രാവിലെ പോകുമ്പം പാടുന്ന പാട്ടും വൈകിട്ട് വരുന്ന പാടുന്ന പാട്ടും രണ്ടും ഒന്നാണെന്നാണ് അന്നൊക്കെ ഞങ്ങൾ പറയാറുള്ളത്. രാവിലെ പോകും പാടുന്ന പാട്ട് യേശു എൻ അടിസ്ഥാനം, വളരെ മനോഹരമായി ശാന്തമായി യേശു എൻ അടിസ്ഥാനം എന്ന് പാടിക്കൊണ്ടാണ് പോകുന്നത്. രാഗമുണ്ട്, താളമുണ്ട്, ശ്രുതിയുണ്ട്, ലയമുണ്ട്, എല്ലാം ഉണ്ട്. വൈകിട്ട് വരുമ്പോഴും ആ പാട്ട് തന്നെയാണ് പാടുന്നത്. പക്ഷേ ശ്രുതിയില്ല, താളമില്ല, ലയമില്ല, രാഗമില്ല. ഇലക്ട്രോണിക്സ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. 1 കിലോമീറ്റർ ദൂരത്ത് നിന്നേ കേൾക്കാം യേശുവിന് ഇവിടെ എന്നാടി സ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ രാവിലെ പാടുന്ന പാട്ടും വൈകിട്ട് പാടുന്ന പാട്ടും രണ്ടും ഒരുപോലെ ഇരിക്കും. കാക്കുപ്പിച്ചാരായി വന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. 2 കാലടിച്ച് 4 കാലയിൽ വന്ന് 1 കാലയിലും അല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഇങ്ങനെ ഹാങ് ഓവർ നിൽക്കുന്ന അപ്പനോട് ഞാൻ ചോദിച്ചു, അപ്പാ അമ്മ പറഞ്ഞല്ലോ യേശുവിൻ്റെ ഫോട്ടോയിൽ 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കൊണ്ട് 2000 ആകുമ്പോഴേക്ക് യേശു വരുമെന്ന് പറയുന്നല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൻ അവിടെ ഇരുന്നുകൊണ്ട് ഊറി ചിരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മ നിഘണ്ടുവാണ്, എന്തിൻ്റെ അബദ്ധങ്ങളുടെ ഒരു നിഘണ്ടുവാണ്. അപ്പോൾ അതിനകത്തൊരു പുതിയ അധ്യായം കൂടെ എഴുതി ചേർത്ത് കാണും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൻ മിടുക്കനാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറ. അപ്പം പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും വിളിയുമ്പോതുകൊണ്ടോ ഞാൻ അവളെ കല്യാണം കഴിച്ചു എന്ന ഒരൊറ്റ തെറ്റ് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, പഴംപുരാണം 1001 പ്രാവശ്യം പറഞ്ഞതാണ്, കേട്ടതുമാണ്. 2 വിരൽ ഉയർത്തിപ്പിടിച്ചതിൻ്റെ അർത്ഥം പറ. 2000 യേശു വരുമെന്നാണോ? അതൊന്നുമല്ല മക്കളെ, അതിൻ്റെ അർത്ഥം 2 പെഗ്ഗേ അടിക്കാവുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും കള്ളുകുടിയനായ അപ്പനോട് വേദപുസ്തകത്തിൻ്റെ ഈ അർത്ഥം ചോദിക്കാൻ പോയി ഞാൻ അവിടെ കൊണ്ട് ഇക്ക വരച്ച് അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് മേലാ ചോദിക്കാൻ പോയി തീരുമാനിച്ചു. ഇതൊക്കെയാണെങ്കിലും ഒരു സന്തോഷ വാർത്ത പറയണമല്ലോ. 50ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. 3 വർഷമേ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ. 3 വർഷവും ഒരു സ്വതന്ത്ര ഉപദേശിയായി ജീവിച്ചു. 120 പേരെ നിത്യതയിലേക്ക് കൈപിടിച്ച് രക്ഷിക്കപ്പെടുത്തിയിട്ടാണ് 3 കൊല്ലം കൊണ്ട് നിത്യതയിലേക്ക് യാത്രയായത്. എൻ്റെ അപ്പൻ 3 കൊല്ലം ജീവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങ് 3 കൊല്ലം ജീവിച്ചുള്ളൂ, അപ്പനും 3 കൊല്ലം ജീവിച്ചുള്ളൂ. കർത്താവ് ലോകത്തെ ഇളക്കി മറിച്ചു. എൻ്റെ അപ്പൻ ആ പഞ്ചായത്തിന് ഇളക്കി മറിച്ചിട്ടാണ് പോയത്. ആകട്ടെ 2000 കടന്നുപോയി. 2000 കടന്നുപോയതിന് ശേഷമാണ് പിന്നീട് വന്ന പല വർഷങ്ങൾ 999 എന്നും പറഞ്ഞൊരു സിനിമ ഇവിടെ ഇറങ്ങുവാനിടയായി. 666 തിരിച്ചിടുമ്പം 999 അതായത് ഈ എന്താണ് ലോകം അവസാനിക്കുന്ന ഒരു സിനിമയായിരുന്നു അതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലോകത്തിലുള്ള ആളുകളൊക്കെ ലോകം അവസാനിക്കുന്ന ഏത് കാര്യം വന്നാലും ആൾ ഇടിച്ചു കയറും. നമുക്കറിയാമല്ലോ, കുടുംബചിത്രങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഘട്ടന രംഗങ്ങളെക്കാളൊക്കെ വേൾഡ് റെക്കോർഡിൽ വേൾഡ് കളക്ഷൻ റെക്കോർഡുകൾ തകർത്ത് കയറുന്നത് ലോകം അവസാനിക്കുന്ന സിനിമകളാണ്. ചിലപ്പോൾ അതൊരു 8 കാലിയായിരിക്കും, ചിലപ്പോൾ ദിനോസറായിരിക്കും, ചിലപ്പോൾ ഒരു തിമിംഗലമായിരിക്കും, ഒരു ടൈറ്റാനിക് ആയിരിക്കും, ഒരു ജലപ്രളയമായിരിക്കും, ഒരു ദുരന്തമായിരിക്കും. ലോകം അവസാനിക്കുന്നു എന്ന രീതിയിൽ അത് ഇമാജിൻ ചെയ്ത് എന്തെങ്കിലും സിനിമ ഇറങ്ങിയാൽ അതായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകൾ സ്ഥാപിച്ച് മുന്നേറുന്നത്. എന്താ കാര്യമെന്നറിയാമല്ലോ. ഇതെങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാ ആളുകളുടെയും മനസ്സിൽ ഒരു ആവലാതിയുണ്ട്, ഒരു ഉത്കണ്ഠയുണ്ട് എന്നുള്ളതിൻ്റെ ശാശ്വതമായ തെളിവാണത്. 2012 എന്ന അടുത്ത സിനിമ രംഗത്ത് വന്നു. അവിടെയും ജലപ്രളയമായിരുന്നു സംഭവം. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഞങ്ങളൊക്കെ എറണാകുളം ജില്ലക്കാരാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, ഇത് കോട്ടയം ജില്ലയാണല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് കിഴക്കോട്ട് നോക്കിയിട്ട് അക്കാലങ്ങളിലൊക്കെ യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം എന്നൊക്കെ പറയുമായിരുന്നു. എന്നാ കാര്യത്തിൽ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നീടാണ് മനസ്സിലായത്. ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെയാണ് കിടക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം എങ്ങാനും പൊട്ടി തകർന്നു പോയാൽ ഈ 4 ജില്ലകൾ നേരെ അറബിക്കടലിൽ ചെന്ന് പതിക്കും. മുല്ലപ്പെരിയാർ ഡാം തകരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളാണ് അക്കാലങ്ങളിൽ പത്രങ്ങളിൽ വന്നിരുന്നത്. കഴിഞ്ഞ മുമ്പത്തെ വർഷം അവിടെ 142 അടി വെള്ളം കയറി
136 നിർത്തിയിരിക്കുകയാണ്. ഡാം ഇതുവരെ പൊട്ടിയിട്ടില്ല, പൊട്ടാതിരിക്കട്ടെ, പൊട്ടുകയുമില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ആളുകൾ പറയുന്നത് പണ്ടത്തെ വൈദഗ്ധ്യം അനുസരിച്ച് പശയും കുമ്മായവും കളിമണ്ണും ചേർത്ത് പണിത ഇന്നത്തെ രാംകോയോ അൾട്രയോ അംബുജയോ സുവാരിയോ ചെട്ടിനാടോ മലബാറോ ഒന്നും വെച്ച് പണിയാതെ അന്നത്തെ വൈദഗ്ധ്യം കൊണ്ട് പണിതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. ഞങ്ങളങ്ങനൊന്നും വിശ്വസിക്കുന്നവരല്ല. ഞങ്ങളുടെ വേദപുസ്തകം പറയുന്നു, യഹോവ നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. യഹോവയുടെ കരം തടയുന്നില്ലെങ്കിൽ ഒന്നിനും പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, 79% കടൽ. അതിനോട് വരരുത് എന്ന് പറയുവാൻ ഒരു സർക്കാരിനും കഴിയില്ല. മറിച്ച് വന്നാൽ തടുക്കാൻ ടൺ കണക്കിന് ഭാരമുള്ള കല്ലുകളാണ് നമ്മൾ കടൽ ഭിത്തിയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അമരുക എന്ന അല്പാക്ഷരങ്ങൾ കൊണ്ട് അവനീ മുഖത്ത് തലയ്ക്ക് വില പറഞ്ഞ തിരുമാലകളെ ശാന്തമാക്കുവാൻ യേശുവിന് കഴിയുമെങ്കിൽ പഞ്ചസാര മണൽ വെച്ചിട്ട് ചാന്ത പോലും ഇടാതെ ഇതിന് അതിര് കടക്കരുത് എന്ന് കൽപ്പിച്ച ദൈവത്തിൻ്റെ ആ കൽപ്പന അനുസരിക്കുന്ന കടലിനെ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകാം നമുക്കതുകൊണ്ട്. ഇതൊന്നും തകരുകയില്ലെന്ന് പറഞ്ഞാൽ തന്നെയും തകരുന്നൊരു സമയവും വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഭൂമി കിടുകിട കീർന്നൊരു സമയം വരും. പൊടുപട പൊട്ടും, കാവൽമാടം പോലെ ചാഞ്ചാടും. ഇത് ആടുകയും വിറയ്ക്കുകയും വീഴുകയും ചെയ്തൊരു സമയം വരും. അത് ഭൂകമ്പമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നില്ല, സമയം ലഭിച്ചാൽ അങ്ങോട്ടേക്ക് നമുക്ക് വരാം. കിട്ടുമെന്ന് എനിക്കും തോന്നുന്നില്ല. നമ്മൾ ആമുഖം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഏതായാലും അന്ന് ഇതെല്ലാം തകർന്നു പോകും. താലന്തോളം വലിയ കനമുള്ള കല്ലുകൾ വന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് വീഴുമ്പോൾ, ഇത് കിടുകിട കീറുമ്പോൾ കേരളത്തിൻ്റെ താഴെയുള്ള ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളൊക്കെ ഇളകിയിരിക്കുകയാണെന്നുള്ള കാര്യം ആളുകൾ അറിയാമെന്നാണ് എൻ്റെ വിചാരം. ഒരു വർഷം വരെ, ഒരു കാലഘട്ടം വരെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര 4 സംസ്ഥാനങ്ങളിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ കാരണം ദ സൗത്ത് ഇന്ത്യൻ ഫീൽഡ്, ഇന്ത്യയുടെ പച്ച പുൽ തകിടി എന്നാണ് ഈ 4 സ്റ്റേറ്റുകളെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. എന്നാൽ ചില 5-10 വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷത്തിൻ്റെ CPI-യുടെ മന്ത്രിയായിരുന്ന ഞങ്ങളുടെ തൃശ്ശൂർ ബഹുമാനപ്പെട്ട KP രാജേന്ദ്രൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് അന്ന് കേന്ദ്രത്തിൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഡോക്ടർ അംബരീഷാണ്. അദ്ദേഹം ഒരു കത്ത് കൊടുത്തത് പത്രങ്ങളിവിടെ പ്രസിദ്ധപ്പെടുത്തി. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ മദ്യപാനുള്ള സ്റ്റേറ്റായി മാറുന്ന സ്റ്റേറ്റ്, ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ സംഭവിക്കുന്ന സ്ഥലവും സ്റ്റേറ്റും, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സ്റ്റേറ്റിൻ്റെ 1ാമത്തെ പട്ടികയിലാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. ഇത് ഞങ്ങളൊന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല, അന്ന് കൊടുത്ത കത്താണ്. അതുകൊണ്ടാണ് ഇന്തോനേഷ്യയിൽ, നേപ്പാളിൽ കമ്പനമുണ്ടായി. തൊട്ടടുത്തുണ്ടാകുന്ന സ്റ്റേറ്റ് ബീഹാറാണ്. അത് കഴിഞ്ഞാൽ നേരെ ഡൽഹിയിലുണ്ടാകും. ഡൽഹിയിൽ കുലുങ്ങിയാൽ പിന്നെ കുലുങ്ങുന്നത് മഹാരാഷ്ട്രയല്ല, മധ്യപ്രദേശല്ല. അതൊക്കെ 86-ന് മുൻപായിരുന്നു ഭുജിലും കച്ചിലും ഗുജറാത്തിലൊക്കെ കമ്പനമുണ്ടായത്. ഇപ്പോൾ ഡൽഹിയിൽ കുലുങ്ങിയാൽ പിന്നെ കുലുങ്ങുന്നത് മഹാരാഷ്ട്ര വിട്ട്, മധ്യപ്രദേശ് വിട്ട്, ആന്ധ്രയും തമിഴ്നാട്, കർണാടകമൊക്കെ വിട്ട് കൊച്ചിയിൽ ഹൈക്കോടതി അടിയിലാണ് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതാണല്ലോ. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഈ കമ്പനമെല്ലാം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് സംഭവിക്കേണ്ടത്, ഭൂമി കിടുകിട കീറുന്നതിന് മുൻപ്, പൊടുപട പൊട്ടുന്നതിന് മുൻപ്, കാവൽമാടം പോലെ ചാഞ്ചാടുന്നതിന് മുൻപ്, ഈ പ്ലേറ്റ്ലെറ്റുകൾ ഇളകി ഈ ഭൂമിയും മൂലപദാർത്ഥങ്ങളും കത്തി അഴിയുന്നതിന് മുൻപ്, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു മാറുന്നതിന് മുൻപ് ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണം. അതിനു മുൻപ് കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങണം. യേശു ഭൂമിയിലേക്ക് തിരികെ വരുവാൻ ഇടയായി തീരണം. അതിനാണ് ഞങ്ങൾ സമയം അടുത്തിരിക്കുന്നവരുടെ കാര്യം അതാണ്. പിന്നെ 2013 ലോകം അവസാനിക്കുമെന്ന് ആളുകൾ പറഞ്ഞു. ധാരാളം പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. 13 ഒറ്റ നമ്പറാണ്. അതുകൊണ്ട് പാശ്ചാത്യ ലോകത്തിലുള്ള ആളുകൾ 13 എന്ന നമ്പറിലുള്ള വാഹനങ്ങൾ ലേലം ചെയ്ത് എടുക്കാറില്ല. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ICU വാർഡിനകത്ത് ചെന്നാൽ 13ാമത്തെ ബെഡ് അവരിടാറില്ല. 5 സ്റ്റാർ ഹോട്ടലുകളിൽ 13ാമത്തെ റൂം നമ്പർ ഇല്ല. 12A-B പിന്നെ 14 അങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ശരിയായിരിക്കാം. ഒരു കാര്യം മനസ്സിലാക്കണം, 13ലും കർത്താവ് വന്നില്ല, ലോകം അവസാനിച്ചില്ല. ഇനി അടുത്ത കണക്ക് പറയുന്നത് 2017
ആരോട് പറയാൻ, ആരാണ്ട് ഒരാൾ ഏമ്പക്കം വിട്ടത് ഒരു സ്വോത്രം പറയില്ലേ? അങ്ങനെ ഒരു സ്വോത്രമെങ്കിലും വന്നല്ലോ. എന്നാണാവോ 2017 കണക്ക്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കൊരു സംശയം, 2017 അല്ലേ അല്ലേ? അതെ, 2017 ഇത് എട്ടാമത്തെ മാസം. ഇനി 5-6 മാസം കൂടെ ഉള്ളെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ 2017 വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിന്തകന്മാർ കണക്കൂട്ടുന്ന കാര്യം എന്താണെന്നാണ്. നിങ്ങളൊക്കെ ആശ്വസിച്ചിരിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാം. ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവായ ദൈവമല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വേദശാസ്ത്രജ്ഞന്മാർ അറിയുന്നത് എന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത. ആ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ എവിടെയോ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കൂടെ പ്രസംഗിക്കാറുണ്ട്. ആ വാക്ക് തന്നെ ആ നാളും നാഴികയും സംബന്ധിച്ച് എന്നാണ് ആ വാക്ക്. അതിൻ്റെ അർത്ഥം വല്ലതും മനസ്സിലായോ? സ്വന്തം ജന്മദിനം, ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനം അറിയാവുന്ന ആളുകൾ ഒന്ന് കൈവക്കിക്കേ. കുറച്ച് പേർക്കറിയാം, കുറച്ച് പേരിങ്ങനെ ജനിച്ചോ ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ആകട്ടെ, ജന്മദിനം അറിയാമെങ്കിൽ യോഗത്തിന് വന്നല്ലോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബിഗ് സല്യൂട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി ആ ദിവസം ഏതാണെന്ന് അറിയാവുന്നൊരു കൈവക്കിക്കേ. ആദ്യം ജന്മദിനം അറിയാവുന്ന കുറച്ച് പേര് കൈവക്കി. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ആ ദിവസം അറിയാവുന്ന കൈവക്കിക്കേ. ആരെങ്കിലും ഉണ്ടോ? 5-6 പേരൊക്കെ ഉണ്ട്. ഇനി ആ മണിക്കൂർ അറിയാവുന്നൊരു കഴിവൊക്കെ, ആ മണിക്കൂർ, ജനിച്ച ദിവസത്തിൻ്റെ മണിക്കൂർ അറിയാവുന്നവർ. ചട്ടയം കൊണ്ടുകൊടുത്തൊരു അമ്മച്ചിയാണെന്ന് അവിടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു അമ്മച്ചി അതിന് കൈ പൊക്കുപോരിക്കുമെന്നാണ് വിചാരിച്ചു. പണ്ടത്തെ ആളുകൾക്ക് കുംഭത്തിലാണോ ജനിച്ച, മീനെ ചൂടിലാണോ ജനിച്ചതെന്നൊക്കെ പറയാനുള്ള കഴിവുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇനി നാഴിക ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, വിനാഴിക ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പെറ്റ തള്ളയ്ക്ക് അറിയത്തില്ലേ പെങ്ങിന് ജനിച്ചു വേണം, നമുക്കാണ് അറിയാവുന്ന കാര്യം. ഇപ്പോൾ ആ വാക്യത്തിൻ്റെ അർത്ഥം വല്ലതും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ 2017 ഒക്ടോബർ മാസത്തിൽ 23-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് 28 മിനിറ്റ് കഴിഞ്ഞ് 16 സെക്കൻഡ് ആകുമ്പോൾ യേശു വരും എന്ന് പറയാനുള്ള അവകാശം ലോകത്തിൽ ആർക്കുമില്ല. അത് ഞാനും സമ്മതിക്കുന്നു, ഞങ്ങളും സമ്മതിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തു തിരിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആകാശം നിങ്ങൾ തെളിവായി കണ്ടാൽ ഇന്ന് മഴയുണ്ടാകത്തില്ല, തെളിവായിരിക്കും. ആകാശം ചുവന്ന് കണ്ടാൽ തെളിവായിരിക്കും, മഴക്കോള് കണ്ടാൽ ഇന്ന് മഴയുണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് പറയാനറിയാമെങ്കിൽ ഈ കാലത്തിൻ്റെ ലക്ഷണങ്ങളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് വിവേചിക്കുവാൻ കഴിയുകയില്ല? ഒരു പെർട്ടിക്കുലർ ഡേറ്റ് പറയുവാൻ കഴിയത്തില്ലെങ്കിലും, ആ വരവിൻ്റെ നാളും നാഴികയും കൃത്യമായി പറയാനൊക്കത്തില്ലെങ്കിലും ഏകദേശം ആ കാലഘട്ടങ്ങൾ മനസ്സിലാക്കുവാൻ ദൈവസഭയ്ക്ക് സാധിക്കുമെന്നൊരു സൂചന വേദപുസ്തകത്തിൽ തന്ന കർത്താവിനെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നും കൂടെ പറയട്ടെ, 17 വരുമെന്നല്ല ഞങ്ങൾ പറയും. യോവേൽ സംവത്സര കണക്കെടുത്താൽ 70-ാമത്തെ യോവേൽ സംവത്സരം വരുന്നത് 2017 അവിടെ നിൽക്കട്ടെ, ഞാൻ ആധികാരികമായി പറയുന്നില്ല. ഏത് സമയത്തും ഒരുങ്ങിയിരിക്കുവാൻ ഒരു നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത വർഷം 2020 2020 എന്ന് പറയുന്നത് ലോകത്തിൽ കുടിവെള്ളം കിട്ടാനില്ലാത്ത, കാശ് കൊടുത്ത് കുടിവെള്ളം മേടിക്കേണ്ട കാലഘട്ടം വരുമെന്നാണ് പറയുന്നത്. ആ വെള്ളം നമ്മൾ മേടിച്ച് തുടങ്ങിയിട്ട് കാലം കുറേ ആയെങ്കിലും കഞ്ഞി വെക്കാനും കൂടെ മിനറൽ വാട്ടർ എന്ന സ്ഥിതിയിലേക്ക് വരുന്ന കാലഘട്ടമാണ് 20 മുതൽ 25 വരെ ലോകത്തിൽ വരാൻ പോകുന്നത്. പിന്നെ 2033 പിന്നെ 2065 അതിനപ്പുറത്തോട്ട് വേദചിന്തകർ ആരും പറയുന്നില്ല യേശു താമസിക്കുമെന്ന്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 2065 മാക്സിമം പോകുന്നു. ഇപ്പുറത്തോട്ട് 33, ഇപ്പുറത്തോട്ട് 20, കൂടി വന്നാൽ 17. പരമാർത്ഥമായ മനസ്സുകൾ ഉണർത്തപ്പെടുന്നെങ്കിൽ അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏത് ദിവസവും ആകട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വരും എന്ന് കരുതി ഒരുങ്ങിയിരിക്കുക. 50 വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുക. ഇതാണൊരു ഭക്തൻ യഥാർത്ഥമായി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് വേദപുസ്തകത്തിലേക്കൊന്ന് കടന്നു വന്ന് ഇത് ഒരു അന്ത്യകാലമാണെന്നുള്ളതിൻ്റെ ഒരു 4 തെളിവുകൾ നിങ്ങളുടെ മുൻപാകെ ഹാജരാക്കി ഈ പ്രഭാഷണത്തിന് അവസാനം കുറിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എന്നാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അവിടെ 18 സ്വഭാവങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ദുർഘട സമയം? ബഹുമാനപ്പെട്ട കെ ജോയ് പാസ് എഴുതിയ തിമോത്തിയോസിൻ ലേഖനങ്ങൾ വ്യാഖ്യാനം എന്ന പുസ്തകത്തിൽ പറയുന്നത്, കടൽ ഇളകി വരുന്ന സമയം, ആനയ്ക്ക് മദം പൊട്ടിയ സമയം,
കാട്ടുപോത്തിന്റെ മുൻപിൽ അകപ്പെട്ട സമയം. ഇന്തോനേഷ്യയുടെ സമീപത്തുള്ള സുമാത്ര ദ്വീപിൽ നിന്ന് 2461 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു സൂപ്പർസോണിക് വിമാനത്തിന്റെ വേഗതയിൽ സമുദ്ര നിരപ്പിൽ നിന്ന് 30 അടി ഉയരത്തിൽ 200 കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞടിച്ച സുനാമി എന്ന ആ സംഭവത്തിന് ശേഷം കടൽ ഇളകി മറിയുന്നു എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഒരു വർഷം നടക്കുന്ന 10,000 ഭൂകമ്പങ്ങളാണ്. അതിൽ 4,000 കമ്പനങ്ങൾ മാത്രമേ കരയിൽ നടക്കുന്നുള്ളൂ. 6,000 കമ്പനങ്ങൾ നടക്കുന്ന കടലിലാണ്. 1888 50,000 പേര് താമസിച്ചിരുന്ന സുന്ദ എന്ന് പറയുന്ന ഉൾക്കടലിലെ ചരിത്രത്തിൽ ഭൂപടത്തിൽ പൊട്ടുപോലെ രേഖപ്പെടുത്തിയ ഒരു ഭൂപ്രദേശം, ദ്വീപസമൂഹം 50,000 പേര് താമസിച്ചിരുന്നത്. ഇന്നത്തെ ഭൂപടത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 88 വരെ ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കടൽ ഇളകി വരുന്ന ഒരു സമയമാണ് അന്ത്യകാലം. ആനയ്ക്ക് മദം പൊട്ടുന്ന കാലം. പണ്ടും ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു, പണ്ടും പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ എല്ലാ ആഘോഷ പരിപാടികളിലും നടന്നു പോകുന്ന ആനയ്ക്ക് വരെ മദം പൊട്ടുന്ന രംഗമാണ് നമ്മൾ കണ്ടുന്നത്. കാട്ടുപോത്തിന്റെ മുൻപിൽ മനുഷ്യൻ അകപ്പെട്ട സമയം. ഒറ്റവാക്കി പറയട്ടെ, ആരെയാണ് ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാകുന്നത്? ഈ നിൽക്കുന്ന മനുഷ്യന് കാട്ടുപോത്തിന്റെ സ്വഭാവം എപ്പോഴുണ്ടാകുമെന്ന് ആർക്ക് പറയാനും പറ്റും? ഒറ്റവാക്കിൽ പറഞ്ഞാൽ അന്ത്യകാലത്തെ ദുർഘട സമയം ഈ സമയമാണെന്നുള്ളതിന് ഇതിൽ പരം തെളിവുകളുടെ ആവശ്യമില്ല. ഞാൻ ആ സംഭവങ്ങളെല്ലാം വിട്ടിട്ട് തികച്ചും വേദപുസ്തകത്തിൽ നിന്ന് മാത്രം 4 കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് അന്ത്യകാലമാണോ? ഒന്നാമത്തെ തെളിവ് 2, 3, 4. ഒന്നാമത്തെ കാര്യം, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 2, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. മൂന്നാമത്തേത്, തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 4ാമത്തേത്, കൃപയുടെ വാതിൽ അടയാറായ സമയമാണിത്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. കുറിച്ചവർക്ക് വീട്ടിൽ ചെന്ന് ഒന്ന് കുറിക്കണം എന്ന് തോന്നിയാൽ വിട്ടുപോകാതിരിക്കേണ്ടതിന് വീണ്ടും ആ 4 പോയിന്റുകൾ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. 1, ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 2, ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 3ാമത്തേത്, തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കാലമാണിത്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 4ാമത്തേത്, കൃപായുഗത്തിന്റെ വാതിൽ അടയാറായ സമയമാണിത്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. 1ാമത്തെ ഭാഗത്തേക്ക് വരുന്നു. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്, അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. എന്താണ് ഈ ദിവസങ്ങളിൽ 7ാമത്തെ ദിവസം എന്ന് പറയുന്നത്? വേദപുസ്തകത്തിലൂടെ നമ്മൾ ചിന്തിച്ചാൽ അതൊന്നും പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല. ഒറ്റയടിക്ക് നമ്മൾ പറയുകയാണ് ദിവസത്തിൽ 7ാമത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഇങ്ങനെ 7 ദിവസം അറിയാമെന്നുള്ളതല്ലാതെ ദിവസത്തിൽ 7ാം ദിവസമാണെന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരല്പം കൂടെ ലളിതമായി ഈ കാര്യങ്ങൾ പറയേണ്ടതിന് ഞാൻ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ഭാഗത്തേക്കൊന്ന് കടന്നു വരികയാണ്. അവിടെ നമ്മൾ കാണുന്നത് ബൈബിളിനകത്ത് എത്ര ദിവസങ്ങളാണ് ദൈവം സൃഷ്ടിക്കുന്നത്? 7 ദിവസങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിൽ 6ാമത്തെ ദിവസമാണ് ആര് സൃഷ്ടിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. 6 എന്ന സംഖ്യ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? 6ന്റെ എഴുത്തും മനുഷ്യൻ്റെ സ്വഭാവവും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത്. 6 തുടങ്ങുന്നത് ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്. അമ്മയുടെ ഗർഭപാത്രത്തിൽ 285 ദിവസങ്ങൾ ആർച്ച് പോലെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കിരിക്കുന്ന മനുഷ്യൻ ഈ മണ്ണിലേക്ക് ജനിച്ചു വീഴുകയാണ്. വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണമെന്നാണ് ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതിയാലുള്ള നിയമം. പക്ഷേ പോകാൻ അവന് സാധിക്കുന്നില്ല.
പകുതി വഴി വരെ എത്തുമ്പോഴാണ് അരുത് എന്ന് പറഞ്ഞ പഴം പറിച്ചു തിന്ന് മുകളിലോട്ട് പോകാതെ കടലിൽ പതിക്കുന്ന ഉപഗ്രഹം കണക്കെ വളഞ്ഞു കെട്ടി ഒരു വല്ലാത്ത ചുറ്റുപാട് നിൽക്കുന്ന ചിത്രമാണ് ആറെന്ന് പറയുന്നത്. ആറിൽ വളഞ്ഞു പോയവൻ്റെ വളവ് നിവർത്താനാണ് സംഖ്യാശാസ്ത്രത്തിൽ തൊട്ടടുത്ത സംഖ്യയായ 7ൻ്റെ പൂർണ്ണതയിൽ ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ അവതരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, ഇവിടെ 6ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ ദിവസം എന്തോ ചെയ്യുകയായിരുന്നു? ദൈവം ഓരോന്ന് സൃഷ്ടിക്കുകയായിരുന്നു. സൃഷ്ടിയുടെ മണിമകുടമാണ് മനുഷ്യൻ. മനുഷ്യനെപ്പോലൊരു സൃഷ്ടി ലോകത്തിൽ ഇല്ല. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യനെപ്പോലെ ബുദ്ധി, ചിന്ത, വികാരം, ഇച്ഛ, ചിരിപ്പിക്കുവാനുള്ള കഴിവ്, ചിരിക്കുവാനുള്ള സ്വതസിദ്ധമായ ശൈലി, ഇതെല്ലാം മൃഗത്തിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന ഘടകങ്ങളാണ്. ഇത്ര ശ്രേഷ്ഠമായ മനുഷ്യനെ ഒരു പ്രാധാന്യം കൊടുത്ത്, ഒരു പ്രയോറിറ്റി കൊടുത്ത്, മുൻഗണന കൊടുത്ത് 1ാമത്തെ ദിവസം ദൈവം സൃഷ്ടിക്കാതെ എന്തിനാണ് ദൈവം തമ്പുരാൻ അവസാന ദിവസം കൊണ്ടുവന്ന് സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുണ്ട്. അതിൻ്റെ മറുപടി പണ്ടാരോ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. 1ാം ദിവസം ദൈവമെങ്ങാനും മനുഷ്യൻ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ അഡ്രസ്സ് പോയേനെ എന്നാണ് ഒരാൾ പറഞ്ഞത്. ഈ പൊങ്ങച്ചം എന്ന സാധനത്തിന് ഭയങ്കര PhD എടുത്തവനാ മനുഷ്യൻ. പണ്ട് ഞാഞ്ഞൂല് പറഞ്ഞല്ലോ, ഞാനും മൂർഖൻ ചേട്ടനും കൂടിയാണ് ഒരാളെ കടിച്ചു കൊന്നത്. മൂർഖനും കടിച്ചതും ശരിയാണ്, ആൾ ചത്തതും ശരിയാണ്. മൂർഖനും പോയി, ആളുടെ ജീവനും പോയി. ആ മുറിവിൻ്റെ പുറത്ത് ഞാഞ്ഞൂല് കയറിയിരുന്നേച്ചാണ് ഈ സീൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചത്. ഞാനും പുള്ളിയും കൂടിയാണ് ഇയാളെ കുത്തിമലർത്തിയത്. ഇതുപോലെ പൊങ്ങച്ചം പറയുന്നവനാണ് മനുഷ്യൻ. അപ്പോൾ 1ാമത്തെ ദിവസം എങ്ങാനും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ മനുഷ്യൻ പറഞ്ഞോണ്ട് നടന്നേനെ. 2ാം ദിവസം മുതൽ 7ാം ദിവസം വരെയുള്ള ഈ കാണുന്ന എല്ലാം ഞാനും പിന്നെ അങ്ങേരും കൂടെയാണ് ഉണ്ടാക്കിയതെന്ന്. അങ്ങനെ ഒരു ഗതികേട് ദൈവത്തിന് വരാതിരിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, പാപം ചെയ്താലും അവൻ പിന്നെയും പിന്നെയും ക്ഷമിക്കും. പക്ഷേ തൻ്റെ സ്തുതിയും തൻ്റെ മഹത്വവും അവനാർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. അതുകൊണ്ട് മനുഷ്യൻ്റെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുവാൻ ഈ മണ്ണിൽ ഒന്നുമില്ലാത്ത വിധത്തിൽ എല്ലാം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആദാമിനെ ഉണ്ടാക്കിയത്. ആദാമിൻ്റെ കാര്യത്തിന് നമുക്ക് നോക്കിയെടുക്കാം. അവന് തിന്നാനും കുടിക്കാനുമുള്ള എല്ലാ സംഭവങ്ങളും, ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും, ജീവിതം പങ്കിടാനുള്ള ഒരു വാരിയിൽ നിന്ന് വരുന്ന സ്ത്രീ അടക്കം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. ആദാമിനെ സൃഷ്ടിച്ച അനന്തരം 7ാമതൊരു ദിവസം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാന്താരി ചെടി പോലും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ 7ാം ദിവസമാണ് സ്വസ്ഥത, അതാണ് ശബ്ബത്ത്, അതാണ് വിശ്രാമം, അതാണ് മനുഷ്യന് ആവശ്യമായ ആരാധന ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ 6 ദിവസം കൊണ്ട് അവൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കി. 6ാം ദിവസത്തിൽ തന്നെ അവൻ മരിക്കുമെന്നറിയാവുന്ന ദൈവം തമ്പുരാൻ മരിക്കാത്ത മനസ്സാക്ഷിയുടെ ഉടമസ്ഥനായതുകൊണ്ട് അവൻ്റെ ആത്മാവിനെ പാർപ്പിക്കേണ്ടതിന് ഒരു 7ാം ദിവസവും കൂടെ ദൈവം സൃഷ്ടിച്ചു വെച്ചെന്നാണ് മനസ്സിലാക്കേണ്ടത്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ ഈ കോടിനാട്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാവേ, താങ്കൾ ഈ ഗ്രാമപ്രദേശത്ത് ജനിച്ചു വീഴുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എത്ര വർഷം ജീവിക്കുമെന്നും എന്തെല്ലാം ആവശ്യമുണ്ടെന്നും എല്ലാം കണ്ടറിഞ്ഞ ദൈവം തമ്പുരാൻ നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമാകുന്നതിന് മുൻപ് തന്നെ അതെല്ലാം പാക്ക് ചെയ്ത് സീല് പൊട്ടിക്കാതെ വിപണിയിൽ വിൽപ്പനയ്ക്ക് വെക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ശേഷമാണ് ഈ മണ്ണിൽ ഒരു ജന്മം പോലും നിങ്ങൾക്ക് തന്നത്. ആ ദൈവത്തെ വിശ്വസിക്കുവാൻ, ആ ദൈവത്തിന് വേണ്ടി രക്ഷിക്കപ്പെടാൻ, ആ ദൈവത്തിന് വേണ്ടി വേർപെട്ട് വരാൻ, ആ ദൈവത്തിന് വേണ്ടി ആരാധനയ്ക്ക് വരാൻ ആരെയാണ് സംശയിക്കേണ്ടത്? ആരെയാണ് പേടിക്കേണ്ടത്? ഏത് കരുതലാണ് ഇനി ചിന്തിക്കേണ്ടത്? ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, ഒരു മനുഷ്യന്റെ ആവശ്യം ആരംഭിക്കുന്നത് അമ്മിഞ്ഞ പാൽ കുടിച്ചുകൊണ്ടാണ്. ഒരു മനുഷ്യന്റെ അവസാനത്തെ ആവശ്യം എന്താണ്? എന്താണ് മനുഷ്യന്റെ അവസാനത്തെ ആവശ്യം?
ആവശ്യം 2 കുപ്പി പനങ്ങളിലല്ല, പിന്നെ മത്തി വറുത്തൊന്നുമല്ല, അല്ലെങ്കിൽ വട്ടയപ്പമല്ല, അന്ന് ചെറുനാട് വിട്ടുപോയ അന്നപ്പനെ കാണുക ആഗ്രഹമൊന്നുമല്ല. കൊച്ചുമക്കളുടെ കരങ്ങൾ കൊണ്ട് വെള്ളം തൊട്ട് നനച്ച് യാത്രയാക്കുന്ന, അല്ലെങ്കിൽ നാടും നഗരിയും കാണിക്കുന്ന, ചൊല്ലും ചൊലുത്ത് നടത്തുന്ന, ഈട്ടിപ്പെട്ടി കുഴിച്ചിടുന്ന, ഇരുത്തി കുഴിച്ചിടുന്ന, ഇതൊന്നുമല്ല മനുഷ്യൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അവസാനത്തെ ആവശ്യം എന്താണ്? ഒരു ശവപ്പെട്ടിയാണ്. അതിനപ്പുറത്തോട്ട് വേറെ ആവശ്യങ്ങളൊന്നും മനുഷ്യർക്കില്ല. ചത്ത് പെട്ടിക്കകത്ത് അടക്കം കഴിഞ്ഞാലും കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അടിയന്തരമായി പലതും ആവശ്യമുണ്ടെന്ന് ആർക്കാണ്ടൊക്കെ തോന്നാറുണ്ടെങ്കിലും ഞങ്ങൾക്കത് വലിയ അടിയന്തര ആവശ്യമായിട്ടും തോന്നിയിട്ടില്ല. ആ ഭാഗത്തേക്ക് ഞങ്ങൾ കടക്കുന്നുമില്ല. ഒരു മനുഷ്യൻ്റെ ആവശ്യം ആരംഭിക്കുന്ന അമ്മിഞ്ഞപ്പാലിൽ, അവസാനിക്കുന്ന ശവപ്പെട്ടിക്കകത്ത്. ആ ശവപ്പെട്ടിയും ആ അമ്മിഞ്ഞപ്പാലും ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുമെങ്കിൽ, സുഹൃത്തെ, നിങ്ങൾ കർത്താവിനെ ജീവിക്കാൻ തീരുമാനിക്കുമെങ്കിൽ A to Z ചെലവ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ പണം വരെ കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ളവനാണ് ദൈവം നമ്പരാൻ. അറിയണമെങ്കിൽ മോശയുടെ ജീവചരിത്രം നോക്ക്. മോശ ജനിച്ചപ്പോൾ തന്നെ ദിവ്യസുന്ദരനായിരുന്നു. അവൻ 80-ാമത്തെ വയസ്സില്ല, 40-ാമത്തെ വയസ്സിൽ ദൈവത്തിനായി വേർതിരിക്കപ്പെടുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു കൊണ്ട് 40 വർഷമേ വേല ചെയ്തുള്ളൂവെങ്കിലും അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ അവനെ അടക്കിയ പെട്ടിയുടെ പണം വരെ ലോകത്തിലെ ആരും കൊടുത്തില്ല. സ്വർഗമാണത് പേയ്മെന്റ് ചെയ്തത്. രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ, സ്നാനപ്പെട്ടതിന്റെ പേരിൽ, ഈ പുസ്തകം എടുത്തതിന്റെ പേരിൽ, ആരാധിച്ചതിന്റെ പേരിൽ പടിയടച്ച് പിണ്ണം വെക്കപ്പെട്ട 100 കണക്കിന് ആളുകളുണ്ട്. അതിൽ ഒരാളാണ് ഞാനും. പ്രിയപ്പെട്ടവര്, ഒരു കാര്യം ഞങ്ങൾ വ്യക്തമായി പറയാം. അമ്മയുടെ മുലപ്പാലിന്റെ പണം മുതൽ അടക്കുന്ന പെട്ടിയുടെ പണം വരെ തരാൻ കരുത്തനായൊരു ദൈവത്തിന്റെ കരത്തിൽ പിടിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തിന്റെ മക്കൾ ആ കരമൊന്ന് ചേർത്തടിച്ചോ. ഇന്ന് രാത്രിയിൽ വിശ്വസ്തനായ കരുതുന്ന ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി എന്താണ് ദിവസങ്ങളിൽ 7-ാം ദിവസം എന്ന് പറയുന്നത്? 7-ാം ദിവസമാണ് ശബ്ബത്ത്. അതാണ് സ്വസ്ഥത, അതാണ് വിശ്രാമം. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ പഴയമത്തിൽ 4 ശബ്ബത്തുകളാണ്. ആ ശബ്ബത്തിലാണ് മൃഗങ്ങളെ പണിക്ക് വിടാൻ പാടില്ല, നിശ്ചിത നാഴിക ദൂരം നടക്കാൻ പാടില്ല, ആരാധനയല്ലാതെ മറ്റൊന്നും ആ ദിവസം ഇല്ല, ദാസീദാസന്മാർ ജോലിക്ക് വിടരുത്. അതിനാണ് സ്വസ്ഥത ശബ്ബത്ത് എന്നൊക്കെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യപുത്രനോ ശബ്ബത്തിനും കർത്താവാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ പഴയ നിയമത്തിനകത്തുള്ള 4 ശബ്ബത്തുകൾക്കും ഏതാണ്ട് നിവൃത്തി സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ യേശു ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഇന്ന് ശബ്ബത്തിൻ്റെ അനുഭവം നമുക്ക് കൈവന്നിട്ടില്ല. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നുണ്ടെങ്കിലും മണിക്കൂർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്, കൂട്ടിക്കൊണ്ടല്ല ഇരിക്കുന്നത്. ദാസീദാസന്മാരെ പണിക്ക് വിടാതിരിക്കുന്നില്ല, നിശ്ചിത നാഴിക ദൂരം യാത്ര ചെയ്യാതിരിക്കുന്നില്ല. അപ്പം ശബ്ബത്തുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിലും നോൺ സ്റ്റോപ്പ് വർഷിപ്പ് എന്ന് പറയുന്ന ദൈവത്തിന് വേണ്ടി മാത്രം കൊടുത്ത ആ സ്വസ്ഥത, ആ വിശ്രാമം, ആ ശബ്ബത്ത് ലോകത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബ്ബത്ത് ശേഷിച്ചിരിക്കുന്നു എന്നല്ല വാക്യം, ശബ്ബത്തിൻ്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സ്വസ്ഥത അനുഭവിക്കുന്ന, പൂർണ്ണമായി വിശ്രാമത്തിലേക്ക് പോകുന്ന, പൂർണ്ണമായി ആരാധന മാത്രമുള്ള ആ അനുഭവം ദൈവസഭയ്ക്ക് വന്നിട്ടില്ല. അത് വരുന്നത് 7-ാമത്തെ ദിവസമാണ്. നിൽക്കട്ടെ, ദിവസങ്ങളിലേക്ക് വരാം. ആദാം മുതൽ അബ്രഹാം നോഹ വരെ 2000 വർഷമാണ്. അവിടെ മുതൽ ക്രിസ്തു വരെ 2000 വർഷമാണ്. അവിടെ മുതൽ ഇന്ന് വരെ 2017 കൊല്ലമായി. മൊത്തം എത്ര വർഷമായി? 6017 വർഷമായി. യുക്തി, ചരിത്രം, പിന്നെ ശാസ്ത്രം, ഇതെല്ലാം കൂടെ എഴുതിയേർത്ത് ചിന്തിക്കുന്ന ആധുനിക ലോക കാലഘട്ടത്തിൻ്റെ യുവതി യുവാക്കളാണ് എൻ്റെ മുമ്പ് ഇരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, സാറേ അതങ്ങനെ ശരിയാകുന്നേ, മനുഷ്യനുണ്ടായിട്ട് 6000 കൊല്ലമേ ആയിട്ടുള്ളൂ, ഇവിടെ പുരാതനമായ പട്ടണങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ, വർഷങ്ങൾ കോടിക്കണക്കിനാണ് പഴക്കം, കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ 6000 വർഷമേ ആയിട്ടുള്ളൂ മനുഷ്യനുണ്ടായിട്ടുണ്ട്. ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഞാനൊന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനും 2-ാമത്തെ വാക്യത്തിനും ഇടയിലുള്ള 4 തിയറികൾ, യോം തിയറിയും ഗ്യാപ് തിയറിയും തിരുമാല സിദ്ധാന്തമൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ പ്രചോദന ഉത്തരം കിട്ടും. ഇപ്പോൾ വിവരിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്കിൽ പറയുന്നു, ഇന്ന് നാം
ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമിയിലെ ആദ്യ മനുഷ്യനാണ് ആദാം. അതിനു മുൻപ് ഭൂമിയുണ്ട്, മറ്റ് പലതുമുണ്ട്, കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവരുന്നില്ല. അത്യാവശ്യം ആത്മീയർക്ക് അത് അറിയാമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ എത്ര വർഷമായി ആദാം ഉണ്ടായിട്ട്? 6000 വർഷം കഴിഞ്ഞു. പിന്നെ 17 കൊല്ലവും കൂടെ ആയി. അപ്പോൾ 6017 കൊല്ലമായി എന്ന് മനസ്സിലായല്ലോ. ഇനി വേദപുസ്തകത്തിലേക്ക് കണക്ക് വരാം. നിങ്ങളുടെ 1000 സംവത്സരങ്ങൾ എൻ്റെ ദൃഷ്ടിയിൽ എത്ര ദിവസമാണ്? ഇന്നലെ കഴിഞ്ഞ് ഒറ്റ ദിവസം പോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആദാം മുതൽ AD 2000 വരെ നമ്മുടെ കണക്കിൽ 6000 വർഷമായി. ഇത് 7000ാമത്തെ വർഷത്തിലേക്ക് കടന്നു, 7000 സഹസ്രാബ്ദത്തിലേക്ക് കടന്നു. പക്ഷെ ദൈവത്തിൻ്റെ കണക്കിൽ ഇതുവരെ വെറും 6 ദിവസങ്ങൾ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ. AD 2000 മുതൽ 3000 വരെയുള്ള ഈ 1000 സംവത്സരങ്ങൾ ദൈവത്തിൻ്റെ കണക്കിൽ 7ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ 7ാം ദിവസം ആരംഭിച്ചിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ 7ാം ദിവസമാണെന്ന് പറഞ്ഞിട്ടും പുഴുങ്ങിയ പുട്ട് കുറ്റിക്കകത്തിരിക്കുന്ന പോലെ ചില ആൾ ചിന്തിക്കുന്ന സ്തോത്രം പറയണോ വേണ്ട? എന്നാ കാര്യം? അവർ ചിന്തിക്കുന്ന എന്നേക്കാൾ വേഗതയിൽ കണക്കൂട്ടുന്നവരാണല്ലോ, മുടുമുടക്കന്മാരാണല്ലോ ഇരിക്കുന്നവരിൽ പല. അവർ കണക്കൂട്ടുന്നു, പക്ഷേ 1000 വർഷമല്ലേ ദൈവത്തിനൊരു ദിവസം? അതെ. 2017 അല്ലേ ആയിട്ടുള്ളൂ? അതെ. അപ്പോൾ 17 കൊല്ലമല്ലേ പോയിട്ടുള്ളൂ? അതെ. അപ്പം ഇനി 1000 കൊല്ലം തീരണമെങ്കിൽ 983 കൊല്ലം കൂടെ കഴിയണ്ടേ? വേണം. ഞങ്ങൾ കൂടി വന്നാൽ ഇവിടെ എത്ര കൊല്ലം ജീവിക്കും? 50 60 കൊല്ലം. അപ്പോൾ 983 കൊല്ലം കൂടെ കഴിയുമ്പോഴാണ് 7ാമത്തെ ദിവസം കഴിയുന്നെങ്കിൽ ഇപ്പം മുതലേ സ്വത്രം പറയേണ്ട വല്ല കാര്യമുണ്ടോ? അടിച്ച് പൊളിച്ച് നടന്നേച്ച് അവസാന കാലഘട്ടത്തിൽ ദീർഘശ്വാസം വലിക്കുമ്പോൾ കർത്തമേശ പങ്കെടുത്ത് രക്ഷിക്കപ്പെട്ട് കള്ളം പോയതുപോലെ അങ്ങ് പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. വേദപുസ്തകത്തിൻ്റെ മർമ്മങ്ങൾ പിടികിട്ടാതെ പോകരുത്. ഏതൊരു ശുഭകാര്യം ബൈബിളിൽ ആരംഭിക്കുന്ന ഉച്ച കഴിഞ്ഞല്ല, പാതിരാത്രിക്കുമല്ല, ദിവസത്തിൻ്റെ പ്രഭാത സമയത്താണ്. രാജ്ഞി രാജാവിനെ ചെങ്കോൽ തൊട്ടത് 3ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് 3ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലാണ്. മണവാട്ടിക്ക് മണിയറ ഒരുക്കുവാൻ മണവാളൻ പോയത് 3ാം ദിവസത്തിൻ്റെ അതിരാവിലെ സമയത്താണെങ്കിൽ ആ മണവാളൻ ഒരുക്കിയ മണിയറയിൽ മണവാട്ടി പ്രവേശിക്കുന്നതും ഈ 7ാം ദിവസത്തിൻ്റെ പ്രഭാതത്തിലായിരിക്കും. ഏകദേശം പിടികിട്ടിയ ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടും. എഴുതിയ പൗലോസിന് പ്രാപിക്കുവാൻ കഴിയാത്തത് എൻ്റെ നിങ്ങളുടെ ഈ മൺകൂടാരത്തിനകത്ത് പ്രാപിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മുക്കുവന്റെ കുടുംബത്തിൽ വളർത്തുന്ന പട്ടിക്കും പന്നിക്കും കടലിൽ കമ്പനം വരുന്നതിൻ്റെ സൂചന കിട്ടും. അത് ഓരിയിടുവാൻ തുടങ്ങുന്നു. നിന്റെ വീട്ടിൽ വളർത്തുന്ന കോഴിക്കും താറാവിനും ഉരുണ്ടുകൂടുന്ന കാർമേഘം കാറ്റടിച്ച് ഒരു 5 മൈൽ അപ്പുറത്തോട്ട് പെയ്യുന്നതാണെങ്കിൽ കൂട്ടിൻ്റെ വെളിയിൽ വന്ന് നിൽക്കത്തേ ഉള്ളൂ, അകത്ത് കയറത്തില്ല. പമ്മി അവിടെ നിൽക്കും, കാറ്റടിക്കത്തില്ല. ഈ കാർമേഘങ്ങൾ മഴത്തുള്ളിയായി ഇവിടെ വന്ന് വീഴുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് തുറന്നു കൊടുത്താൽ അകത്തോട്ട് കയറും. മുക്കുവന്റെ കുടുംബത്തിലെ പട്ടിക്കും പന്നിക്കും കമ്പനം വരുന്നതിൻ്റെ സൂചന കിട്ട് ഓരിയിടുമെങ്കിൽ താങ്കളുടെ വീട്ടിലെ കോഴിക്കും താറാവിനും ഈ മണ്ണിലേക്ക് വരുന്ന മഴമേഘത്തുള്ളികളെ കുറിച്ച് വ്യക്തമായ സൂചന കിട്ടുമെങ്കിൽ അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച കാന്തയായ ദൈവസഭയ്ക്ക് കാന്തനാകുന്ന ക്രിസ്തു വാനമേഘങ്ങളിൽ വരുന്ന സൂചനകൾ അകത്തളങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ലഭിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് ദിവസങ്ങളിൽ 7ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് ഇത് അന്ത്യകാലമാണ്. ഞാൻ 2ാമത്തെ ഭാഗത്തേക്ക് വരുന്നു. ഇത് തലമുറകളിൽ 7ാമത്തെ തലമുറയാണ്. എന്താണ് തലമുറയെക്കുറിച്ച് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കുന്നത് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറകൾ. ദാവീദ് മുതൽ ബാബിൽ പ്രവാസത്തോളം 14 തലമുറകൾ. ബാബിൽ പ്രവാസം ക്രിസ്തു വരെ 14 തലമുറകൾ. മൊത്തത്തിലായി 42. ഇനി അബ്രഹാം മുതൽ പിറകിലേക്ക് ആദാം വരെ 20 തലമുറകൾ. ടോട്ടൽ 42 തലമുറകൾ ആദാം മുതൽ ക്രിസ്തു വരെ ഉണ്ട്. ഞാൻ പറയുന്ന ആ തലമുറകൾ അല്ല. വേദപുസ്തകത്തിനകത്ത്, പഴയ നിയമത്തിനകത്ത് ഒരു പുരുഷായുസ്സാണ് ഒരു തലമുറ. അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം ഒന്ന് എടുത്ത് വെച്ചേര്
ഒന്നാമത്തെ രണ്ടാമത്തെ അധ്യായം ചിലപ്പോൾ ഇല്ലാതെ പോകാം, മുഷിഞ്ഞു പോയതുകൊണ്ട്. 5 കാണും ചിലപ്പം. 5 നോക്കിയത് 5 വരുമ്പോഴേക്കും പറയുന്നു ആദാമിൻ്റെ വംശപാരമ്പര്യം ആവിത്. ആദാമിന് 130 വയസ്സായപ്പോൾ ഒരു മകനെ ജനിപ്പിച്ചു, അവന് ശേത്ത് എന്ന് പേരിട്ടു. അങ്ങനെ 2-3 വാക്യങ്ങൾ പിന്നിടുമ്പോൾ പറയുന്നത് ആദാം 800 സംവത്സരങ്ങൾ ജീവിച്ചിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ആദാമിൻ്റെ ആയുഷ്കാലം 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ആ ഒരു പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ 930 വർഷം ജീവിച്ചു ആദാം. അവൻ മരിക്കുമ്പോൾ തന്നെ ഒത്തിരി തലമുറകൾ ഇവിടെ ഉണ്ട് ഭൂമിയിൽ. പക്ഷേ ദൈവത്തിൻ്റെ കണക്കിൽ അത് എത്ര തലമുറയാണ്? ഒറ്റ തലമുറയാണ്. ആദാം മരിക്കുമ്പോൾ തന്നെ 930 വർഷം കൊണ്ട് 100 കണക്കിന് മക്കളും അവരുടെ മക്കളുമായി തലമുറകൾ പലതുണ്ടെങ്കിലും ദൈവം അതൊന്നും കണക്കിൽ ദൈവം പറഞ്ഞ ഒറ്റ തലമുറയാണ്. രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കുക. 3 വാക്യങ്ങൾ വീതം. ഓരോ പുരുഷായുസാണ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ മെതുശാലേഖ വരുമ്പോഴാണ് 969 ആകുന്നത്. എന്നാൽ അവിടെ വായിക്കുന്ന ഓരോ പാരഗ്രാഫ് ഓരോ തലമുറയാണ്, ഒരു പുരുഷായുസാണ്. 600 700 എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ 21ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് 7ാമത്തെ തലമുറ വരുന്നത്. 7ാമത്തെ തലമുറയിൽ വരുന്ന ആളുടെ പേരെന്ന് വായിച്ചേ. ഉൽപ്പത്തി 5:21. നിങ്ങൾക്ക് ഈ വേദഭാഗം സുപരിചിതമാണല്ലോ. ഇവിടെ ഹാനോക്കിന് 65 വയസ്സായപ്പോഴാണ് അവൻ ആരെ ജനിപ്പിക്കുന്നത്? മെതുശാലേഖനെ ജനിപ്പിക്കുന്നത്. ആദാം മുതൽ 1 2 3 4 5 6 7 എണ്ണണോ? യൂദായുടെ ലേഖനം വായിച്ചവർക്ക് ആ വാക്യം ഓർമ്മ കാണുമല്ലോ. ആദാം മുതൽ എത്രാമനായ? 7ാമനായ. അപ്പൊ സംഗതി കറക്റ്റ് അല്ലേ? ആദാം മുതൽ 7ാമനായ ഹാനോക്ക്. അപ്പൊ തലമുറ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഒരു പുരുഷായുസ്സാണ് തലമുറയെങ്കിൽ 1000 വർഷമാണ് ഒരു തലമുറയായി, ഒരു പുരുഷായുസ്സായി ദൈവം പണ്ട് കൊടുത്തിരുന്നതെങ്കിൽ 6000 കൊല്ലം കൊണ്ട് ദൈവത്തിൻ്റെ കണക്കിൽ 6 തലമുറ മാത്രമേ മാറിപ്പോയിട്ടുള്ളൂ. AD 2000 മുതൽ 3000 വരെയുള്ള ഈ 1000 വർഷം ജീവിക്കുന്ന ഞാനും നിങ്ങളും ലോകത്തിൻ്റെ കണക്കിൽ 1000ാമത്തെ 2000ത്തെ 3700ാമത്തെ തലമുറയായിരിക്കും. ദൈവത്തിൻ്റെ കണക്കിൽ എത്ര തലമുറയാണ്? വെറും 7ാമത്തെ തലമുറയാണ് ഇപ്പോൾ ജീവിക്കുന്നവർ. 1000 വർഷം വെച്ച് കണക്ക് കൂട്ടിയാൽ അങ്ങനെ നോക്കുമ്പോൾ 7ാം തലമുറ കിട്ടുന്ന സൗഭാഗ്യം എന്താണ്? 7ാം തലമുറയിൽപ്പെട്ടവനാണ് പഴയമത്തിൽ ഹാനോക്ക്. അത് നിഴലാണ്. ഇത് പൊരുൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. 7ാം തലമുറയുടെ ഹാനോക്കിന്റെ പ്രത്യേകത, അവന് കുഞ്ഞിനെ ജനിപ്പിച്ചു. അവന് 365. അവൻ നടന്നു പോകുമ്പോൾ മേളോട്ട് എടുക്കപ്പെട്ടതിനാൽ കാണാതെയായി. 7ാം തലമുറയ്ക്കൊരു കാരുണ്യ ബമ്പർ ലോട്ടോ അടിക്കാൻ സാധ്യതയുണ്ട്. നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുക, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുക. എനിക്ക് ഹാനോക്കിന് ഭയങ്കര ഇഷ്ടമാ. വാസ്തവത്തിൽ എന്നാ കാര്യം അറിയാമോ? ഈ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ ദൈവം ഒരു ഭാഗ്യം തന്നാൽ ഒത്തിരി ആളുകളെ കാണുമ്പോൾ ഒത്തിരി രീതികളിലൂടെ അവരെ പരിചയപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചിലർ പറഞ്ഞു അബ്രഹാമിനെയും ആദാമിനെയും ഒക്കെ കണ്ട് എന്ത് ചെയ്യണം? ചില സൺഡേ സ്കൂൾ പിള്ളേർ പറഞ്ഞു അബ്രഹാമിനെയും മോശയെയും ആദാം അപ്പച്ചനെയും മോശയും കാണുമ്പം രണ്ടുപേരുടെയും താടി തമ്മിൽ കൂട്ടിക്കിട്ടിച്ചും ഊഞ്ഞാലാടണം എന്ന് സൺഡേ സ്കൂളിലെ പിള്ളേർ പറയും. അത്രയും കഥകൾ അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പിള്ളേർക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ദാനിയേലിനെ കാണുന്ന ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് പഠിക്കണ്ടേ? ഇയ്യോബിൻ്റെ കൂടെ ഇരുന്ന് ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാത്ത ഏത് ഭക്തനാ ഉള്ളത്? അവിടെ അത് ആവശ്യം വരികയില്ല. എന്നാലും സ്വർഗം മുഴുവൻ നടന്ന് കാണണമെങ്കിൽ വല്ല അരയോവക കൊന്നും മറ്റും വന്ന് നിഘണ്ടു തപ്പാൻ നേരമില്ലല്ലോ. പൗലോസിനെ കൂട്ടുപിടിക്കുകയായിരിക്കും നല്ലത്. 4 വർത്തമാനം പറയാൻ തോന്നിയാൽ അത് പത്രോസിനോടാകാം. മിണ്ടാതെ കുറച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ അത് യോഹന്നാൻ്റെ കൂടെയാകാം. അങ്ങനെ ഒത്തിരി ആളുകളെ യോഹന്നാൻ സ്നാപകൻ്റെ ഏലിയാവിൻ്റെ ഒക്കെ ആ പ്രസംഗം ഒന്ന് ഏറ്റു പറയാൻ ആഗ്രഹിക്കാത്ത ഏത് ഉപദേശിമാരാണ് ഉള്ളത്? ദാവീദിന്റെ പെട്ടകത്തിന്റെ കൂടെ കിട്ടാൻ നടക്കുകയാണ് ഇവരെന്തിനാണ്? അതിന്റെ പുറകെ നൃത്തം ചെയ്ത് എഴുത്തി ആരാധിക്കാൻ. അപ്പൊ എല്ലാവരെയും കാണണമെന്നുണ്ട്. ചില ആളുകളെ കാണുമ്പോൾ ഞാൻ കർത്താവോട് ചോദിക്കുമെന്ന് ഞാൻ ഭാവന പറയാറുണ്ട്. കയ്യെ പിടിച്ച് കുറേ നേരം കുലുക്കിച്ചും ഒരു മാലയിട്ട് കൊടുക്കാൻ ആഗ്രഹം പോലെ തോന്നും. അങ്ങനത്തെ ആളുകളാണ് ഒന്ന് നോഹ, മറ്റൊന്ന് ഹാനോക്ക്. എന്താ പ്രത്യേകത അറിയാമോ? ഹാനോക്കിന്റെ ഒരു പ്രത്യേകത, ഹാനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പം ഇത്രയും കൊല്ലം പുള്ളി ജീവിച്ചത് ആരുടെ കൂടെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഭാര്യയോടുകൂടി ജീവിച്ചു എന്നാണ്. ഒരച്ചായന് മാത്രം സാറിന് മാത്രം എൻ്റെ മർമ്മം പിടിയിട്ടുള്ളൂ. മറ്റു ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നില്ലേ?
365 കൊല്ലം ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ ഒരു വിഷമമില്ലേ? ഒരു ഭർത്താവ് ജീവിക്കാൻ. കേരളത്തിൽ ഡിവോഴ്സ് എപ്പോഴാണ് നടക്കുന്നത്? 20 കൊല്ലം കൂടുമ്പോഴാണ്. 15 കൊല്ലത്തിനും 25 കൊല്ലത്തിനും ഇടയിലാണ് കേരളത്തിൽ ഡിവോഴ്സ് കേസുകൾ നടക്കുന്നത്. തിരുവല്ല പണ്ട് അത് ആലപ്പുഴയുടെ ഭാഗമായി മാറ്റപ്പെട്ടപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട AK ആൻ്റണി അന്ന് അടിയന്തരമായി കുടുംബക്കോടതി അവിടെയാണ് സ്ഥാപിച്ചത്. ഏറ്റവും കുടുംബ പ്രശ്നമുള്ള ജില്ല ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് വെറുതെ ജില്ലകളുടെ പേര് പറഞ്ഞ് നമ്മൾ ആക്ഷേപം ഉണ്ടാക്കുന്നത്? കാര്യം പിടികിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, പണ്ട് കോടതി ചോദിച്ചു, മോളെ 10-20 കൊല്ലമായില്ലേ ഒരുമിച്ച് ജീവിക്കുന്നു, അതെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചില്ലേ, ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? പറ്റത്തില്ല, അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നു. പെങ്കൊച്ചു പറയും. അപ്പോൾ കോടതി ചോദിച്ചു, ഷർട്ടിൻ്റെ ഒരു ഭാഗത്തൊരു ഒരു കിഴുത്തയുണ്ടായാൽ അത് സൂചി നൂലും വെച്ച് തുന്നിയിട്ട് നടന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചു ചോദിച്ചു, ഷർട്ടിൻ്റെ എല്ലാ ഭാഗത്തും കിഴുത്തയാണെങ്കിൽ എല്ലാ ഭാഗവും തുന്നിക്കൊണ്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് അതങ്ങോട്ട് കളഞ്ഞിട്ട് പുതിയ ഷർട്ട് മേടിക്കുകയല്ലേ. കോടതി പറഞ്ഞു ഡിവോഴ്സ് ചെയ്തോളാൻ പറഞ്ഞു. വേറെ എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ 25 കൊല്ലം 20 കൊല്ലം ഡിവോഴ്സിൽ നടക്കുകയാണ്. ഇവിടെയാണ് ഹാനോക്കിൻ്റെ പ്രത്യേകത. ഇത്രയും കൊല്ലത്തിൽ എത്ര ഭാര്യ? ഒന്ന് ഉറക്കെ പറഞ്ഞ്. ഒരു ഭാര്യ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ ചുമ്മാ തമാശയ്ക്ക് ഒന്ന് ചോദിക്കാറുണ്ട്, ഈ നിങ്ങളോടൊക്കെ കൂടെ നമ്മൾ ഒരു ചോദിക്കുകയാണ്, ഇനിയൊരു ജന്മം ഈ കോട്ടയം ജില്ലയിലുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ, ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ എന്നൊരു ചോദ്യം തമാശയ്ക്ക് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഞാൻ തമാശയ്ക്ക് ചോദിച്ചിട്ട് തന്നെ തന്നെത്താൻ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാരും ഏൽപ്പിക്കേണ്ട, 9 മണിക്ക് പ്രസംഗം തീരുമ്പോൾ ഏൽപ്പിച്ചേച്ചാൽ മതി. അവർ പറയും, ഭാഷ ഈ ജന്മം തന്നെ കൊണ്ടു നടക്കാനുള്ള പാടെന്താണെന്ന് ഭാഷക്കറിയാമല്ലോ. ഈ ഓണത്തിനെങ്കിലും പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് പകരം ഈ ഏടാകൂടങ്ങളെ മാറുന്നൊരു മേള വന്നിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് മലയാളി മന്ത്രിക്കുന്നുണ്ടാകും. നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. അല്ല, പിള്ളേരോട് ചോദിക്കുകയാണ്, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഈ അപ്പനെ മതിയോ അമ്മയെ മതിയോ? പാസ്റ്റേ, അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ പാസ്റ്റേ. ഇൻ്റർനെറ്റ്, ഇമെയിൽ, കയ്യിൽ വാച്ച് പോലെ കിട്ടുന്ന കമ്പ്യൂട്ടർ, ഫേസ്ബുക്ക്, വാട്സാപ്പ്. ശരിയാണ്, നമുക്ക് ആപ്പും ഇല്ല നെറ്റും ഇല്ല. അവർക്ക് ആപ്പും ഉണ്ട് നെറ്റും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മളൊന്നും അവർക്ക് പറ്റിയ പിള്ളേരൊന്നും പറ്റിയ മാതാപിതാക്കളൊന്നും അല്ലെന്ന്. ഒരു കൊച്ചൻ പറഞ്ഞു, പാസ്റ്റേ അവർക്ക് മെസ്സേജ് അയക്കാൻ അറിയാമേല, ഒരു മെസ്സേജ് വന്നാൽ എടുക്കാൻ അറിയാമേല, പോകട്ടെ ഒരു ഫോൺ കോൾ വന്നാൽ പോലും പച്ച ഞെക്കേണ്ടതിന് പകരം ചുമപ്പാണ് പിടിച്ചേക്കുന്നത്. എന്നിട്ട് ഹലോ ഹലോ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, നീ നോക്കിക്കെന്നാ പറയുന്നത്. ഈ വിട്ടികളെ ഇനിയൊരു ജന്മം കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ബിൽ ഗേറ്റ്സിൻ്റെ, അസിം പ്രേംജിയുടെ, രത്തൻ ടാറ്റയുടെ, ലക്ഷ്മി മിത്തലിൻ്റെ, അംബാനിമാരുടെ, മമ്മൂട്ടിയുടെയും ഷാരൂഖ് ഖാൻ്റെയൊക്കെ മക്കളുടെ ജനിച്ചാൽ വല്ല കുഴപ്പമുണ്ടോന്നാണ് പിള്ളേർ ചോദിക്കുന്നത്. അപ്പോൾ ആ 2 ചോദ്യം ഞാൻ തമാശയ്ക്ക് വിടുകയാണ്. ഗൗരവത്തോടെ 3ാമതൊരു ചോദ്യം ചോദിക്കുക. ഇനിയൊരു ജന്മമുണ്ടായാൽ ഭാര്യമാരെ, ഭർത്താക്കന്മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം, മാതാപിതാക്കന്മാരെയും മക്കളെയും മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം. ഇനിയും കോട്ടയത്തൊരു ജന്മമുണ്ടായാൽ ഇപ്പോൾ നീ സേവിക്കുന്ന, ആരാധിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ ദൈവമായിട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെ ഞാൻ കൈയടിക്കാൻ പറയേണ്ട കാര്യമുണ്ടോ? കസേത് ചാടി എഴുന്നേറ്റവന് കർത്താവിന്റെ ദാസനെ, ഒരു ജന്മമല്ല 1000 ജന്മം കോട്ടയത്തുണ്ടായാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കൽ കൂടി ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ അവനൊപ്പം പറയാൻ യോഗ്യത ആർക്കുമില്ലാത്ത ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ഹാനോക്കിന്റെ പ്രത്യേകത, അവൻ നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുവാനിടയായി. എനിക്കിവിടെ എന്നത് കുറേ നേരം നിൽക്കണമെന്നിങ്ങനെ തോന്നുകയാണ്. ഇന്നത്തെ എല്ലാവരോടുമായിട്ട് ദൂത് പറയുകയാണ്. ഇത് 7ാം തലമുറയായതുകൊണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ എടുക്കപ്പെടുക, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരണം എപ്പോഴാണ് വരികയെന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങൾ കോട്ടയത്ത് കോളേജിലേക്ക് നിങ്ങൾ പോകുന്ന വഴിയായിരിക്കും. എല്ലാവരുടെയും കയ്യിൽ മൊബൈലും ഇന്റർനെറ്റും സംഭവങ്ങളാണല്ലോ. ഹാനോക്കിന്റെ കയ്യിൽ ദൈവമായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ നടന്നു. ഈ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ദൈവമേ, ഫുൾപിറ്റിൽ വരെ പലതും ടാബൊക്കെ വരുന്ന കാലഘട്ടമാണ്. അങ്ങനെയൊന്നും അത് ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. ഒന്നുകൂടെ പറയുകയാണ്, അതെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് പകരമായി ഈ ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടന്നോ കുഞ്ഞുങ്ങളെ. ഒരുപക്ഷെ ക്യാമ്പസിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും കാഹളം ധ്വനിക്കുന്നത്, ഒരുപക്ഷെ ആരാധിക്കുമ്പോഴായിരിക്കും, കോട്ടയത്തേക്ക് പോകുന്ന വഴിക്കായിരിക്കാം എന്നായി പറഞ്ഞത്. 2 കാര്യങ്ങൾക്ക് നിശ്ചയമില്ല, 2 കാര്യങ്ങൾക്ക് നിശ്ചയമാണ്. ഏതാണ് ആ കാര്യം? മരണം.
നിശ്ചയമാണ്, സമയം നിശ്ചയമല്ല. യേശുവിൻ്റെ വരവ് നിശ്ചയമാണ്, സമയം രണ്ടും നിശ്ചയമാണ്, രണ്ടും നിശ്ചയമല്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? നമുക്കറിയാമല്ലോ, ഞാൻ പ്രസംഗിക്കാറുണ്ട്. എൻ്റെ തൃശ്ശൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അറിവായിരിക്കും ഭൂമല, അവിടെ ഒരു അമ്മച്ചി സംഗീതനം വായിച്ചിരുന്നു. പ്രാവിലുള്ളതുപോലെ ചെറുകനിക്കുണ്ടായിരുന്നുവെങ്കിൽ പറന്ന് ഞാൻ പോയതിൻ്റെ സന്നിധിയിൽ. അടുത്ത വാക്ക് പറഞ്ഞില്ല. തബല വായിക്കുന്ന, കീബോർഡ് വായിക്കുന്ന ഭൂമല ജോസിൻ്റെ സഭയിലെ കാര്യമായി പറയുന്ന അടുത്ത വാക്ക് പറഞ്ഞില്ല. ബാക്കി പറയാത്ത എന്താണെന്നറിയാൻ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ തൊണ്ട കിടുങ്ങുമല്ലോ. പുറകിലേക്ക് നോക്കിയപ്പോഴുണ്ടല്ലോ, ഞാൻ നിന്റെ സന്നിധിയിൽ പോയി വിശ്രമിക്കുമായിരുന്നു എന്നാണ് പറയേണ്ടത്. ആ വാക്ക് പറഞ്ഞില്ല. അമ്മച്ചി കസേലിൽ പോയി ഇരുന്ന അമ്മച്ചി മരിച്ചു. സഭായോഗത്തിൽ തന്നെ ശവസംസ്കാര ചടങ്ങിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. എത്ര ഭാഗ്യമേറിയ മരണമാണ്! ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഞാൻ കാസർഗോഡ് കണ്ണൂർ ഭാഗത്താണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ, കൃത്യം സഭയുടെ പേര് ഓർമ്മ വരുന്നില്ല. എനിക്ക് തോന്നുന്നു കരിക്കോട്ടക്കരയാണെന്ന് തോന്നുന്നത്. അവിടെ ചെന്ന് സഭാകാലിൻ്റെ അകത്തോട്ട് കയറി ഒരമ്മച്ചിയുടെ പടം വെച്ചിട്ട് പറയുള്ളൂ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിക്ക് യാത്രാമംഗളങ്ങൾ. ഞാൻ ചോദിച്ചു, പക്ഷേ ഈ സഭാകാളിൻ്റെ അകത്ത് അമ്മച്ചയ്ക്ക് യാത്രാമംഗൾ എഴുതി വെച്ച കാര്യം എന്നതാ? അമ്മച്ചയ്ക്ക് 13.5 വർഷം കഴിഞ്ഞ് മക്കൾ ഫയൽ ചെയ്ത് അമേരിക്കയിലേക്ക് പോയോന്ന്. അപ്പോൾ പറഞ്ഞു, എല്ലാ പക്ഷേ അമ്മച്ചി അമേരിക്കയിലേക്കല്ല പോയത്, അമ്മച്ചി നിത്യതയിലേക്ക് പോയി. ഞാൻ ചോദിച്ചാൽ അതിനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താ? മറക്കാൻ കഴിയില്ല പക്ഷേ ആ സഭായോഗം ഒരു 10, 10:30, 11 ആയപ്പോഴുണ്ടല്ലോ ഒരു പാട്ട് പാടി കാഴ്ചിടാൻ ആരംഭിച്ചു. അതിനുശേഷമാണ് എനിക്ക് പ്രസംഗിക്കേണ്ടത്. അമ്മച്ചി ചട്ടയും മുണ്ടുകൊടുത്ത് പിറകിലിരിക്കുകയായിരുന്നു. അമ്മച്ചി മുന്നോട്ട് വന്നിട്ട് ഈ മൊബൈലിനകത്ത് പിള്ളേർ തോണ്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. ഇവങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഇവിടെ തോണ്ടിയ നേരം ചൊരിഞ്ഞ് രക്ഷിതാവിൻ്റെ രക്തമേ എന്ന് പറയുമ്പം ഇവിടെയും തോണ്ടിക്കൊണ്ടിരിക്കുക. അമ്മച്ചി എന്താ ഈ പിള്ളേരെല്ലാം ഒരു ഇടിയെടുത്തൊരു മക്കളെ കർത്താവ് വരാറായി, ഇല്ലെങ്കിൽ നമ്മൾ പോകാറായി എന്ന് പറഞ്ഞ ഒരു ഇടി അങ്ങോട്ട് കൊടുത്തു. ഇടി കൊണ്ട പിള്ളേരെ പേടിച്ചങ്ങ് ആരാധിക്കാൻ തുടങ്ങി. അപ്പം അമ്മച്ചിക്ക് തോന്നി നല്ല ഇടിയാണല്ലോ എന്ന്. പണ്ട് ആശാരി നടന്നിടിക്കുന്ന പോലെ അമ്മച്ചി പെമ്പിള്ളേരെ എല്ലാം ഇടിച്ചു. എല്ലാം മൊബൈൽ താഴെ വെച്ച് ആരാധന ആരംഭിച്ചു. പേടിച്ചിട്ടാ തുടങ്ങിയത്. അമ്മച്ചി ഒന്ന് ഈ കഷായ പ്രയോഗം നല്ലതാണെന്ന് ആമ്പിള്ളേരെ നടന്നിടിച്ചു. പാസ് കണ്ടെങ്കിലും അക്ഷരം മിണ്ടിയില്ല. കാരണം 6 തമ്പേറ് പൊട്ടിയിട്ടും ഇതുവരെ ഇവൻ അന്യഭാഷ പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ അമ്മച്ചി ഇടിയെങ്കിലും ആകട്ടെ ഉപദേശം അങ്ങോട്ട് വിചാരിച്ചു. അന്ന് ആ സഭയിൽ, ഇപ്പോൾ സാക്ഷ്യം ഞാൻ പറഞ്ഞ അന്ന് ആ സഭയിൽ 6 കുട്ടികൾ അഭിഷേകം പ്രാപിച്ചു. ആരാധന അങ്ങോട്ട് നീണ്ടെന്ന് പാർസൊക്കെ പ്രസംഗിക്കുന്ന സമയമായി കണ്ണു നോക്കി ഒരാൾ കണ്ണു തുറക്കുന്നില്ല. ശക്തമായ ആരാധനയുടെ സമയം കഴിയാറായ സമയത്ത് എങ്ങനെയൊക്കെയോ ആരാധന അവസാനിച്ചു. ഈ നീണ്ട ആരാധനയുടെ ആരംഭം അമ്മച്ചിയാണെന്ന് എല്ലാവർക്കും അവർ കണ്ടായിരുന്നു. അമ്മച്ചി എവിടെയാണെന്ന് അറിഞ്ഞു ഒരു അഭിനന്ദനം പറയാൻ വേണ്ടി നോക്കിയപ്പോഴുണ്ടല്ലോ അമ്മച്ചി പിറകിൽ കസേരയിൽ പോയി ഇരിക്കുകയാണ്. ചെന്ന് പിടിച്ചു നോക്കി, ഡോക്ടർ സ്ഥിരീകരിച്ചു 45 മിനിറ്റായി അമ്മച്ചി മരിച്ചിട്ട്. ഇന്ന് രാത്രിയിൽ എനിക്കൊരു ദൂത് പറയാനുള്ളത്, ഈ കോട്ടയത്ത് 14 മൈൽ ഭാഷ ഞാൻ അവിടെ മുക്കാലി കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എബി എബ്രഹാം ഭാഷ മെസ്സേജ് വിട്ടു, ജേസിക്ക് സുഖമില്ല, പെട്ടെന്ന് പ്രാർത്ഥിക്കണം. ജേസി പാറക്കടവിൽ, അദ്ദേഹത്തിൻ്റെ പേരും എൻ്റെ പേരൊക്കെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു. എന്നെ തിരുവനന്തപുരം ചെല്ലുമ്പോൾ പറയുന്നത് ജോയി പാറക്കടവിൽ എന്നാണ് എന്നെ ആളുകൾ വിളിക്കുന്നത്. അപ്പം ഞാനും അതങ്ങനെ ആസ്വദിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. ഞാൻ ആ കൺവെൻഷൻ കഴിഞ്ഞ് 14 മൈൽ ബസ് കയറാൻ നിൽക്കുമ്പോഴേക്കും മെസ്സേജ് വന്നു, ജേസി യാത്രയായി. റാന്നിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന വേദിയിൽ കുഴഞ്ഞു വീണാണ് ജേസി പാറക്കടവിൽ എന്ന ദൈവദാസൻ അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ എൻ്റെ ഓഫീസിലോട്ട് വിളിച്ചു ചോദിച്ചു, ജോയി പാറക്കൽ മരിച്ചു ഇല്ലേ, എപ്പോഴാ അടക്കം ചെയ്യുന്നത്? ഞങ്ങളുടെ ഓഫീസിലുള്ള സാറിങ്ങനെ ദൈവമേ, ഞങ്ങൾക്കും 10-50 സഭയുണ്ട്. നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഗപ്പെ ഗോസ്പൽ മിഷൻ എന്ന് പറയുന്ന ആ സഭയുടെ മിഷൻ ഡയറക്ടറാണ് ഞാനും. അപ്പോൾ എല്ലാ സഭയും തമിഴ്നാടും കർണാടക, ആന്ധ്ര, കേരളം 4 സ്റ്റേറ്റിലെ ഞങ്ങളുടെ സഭകൾ കിടക്കുന്നു. എല്ലാവർക്കും മെസ്സേജ് അയക്കേണ്ട, ജോയി പാറക്കൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു, അങ്ങനെ എഴുതണോ അതോ യാത്രയായി അങ്ങനെ എഴുതണം, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മെസ്സേജ് പറഞ്ഞു, ജോയി പാറക്കലാണോന്ന് അറിയത്തില്ല, ജേസി പാറക്കടവിലാണോന്ന് അറിയത്തില്ല, 5 മിനിറ്റ് വെയിറ്റ് ചെയ്തേച്ച് മെസ്സേജ് അറിയിച്ചാൽ മതി. അതൊന്നും എനിക്കത്ര ഭാരമായി തോന്നിയില്ല, രസകരമായിട്ടും തോന്നിയില്ല. ഞാൻ കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു ആളുകൾ, ഞാൻ ചത്തോന്നു. അതാ
കടമ്പനാടുന്ന ഒരാളെ വിളിച്ചു ചോദിച്ചു, സാറേ ഇത് ജോയി പാർക്കൽ. ഞാൻ പറഞ്ഞു അതെ, ജോയി പാർക്കൽ നമ്പറാണ്. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നു. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ചോദിച്ചു വന്നപ്പോഴേ, ആദ്യമായിട്ട് ഫോൺ ചെയ്യുക, ചോദിച്ചു വന്നപ്പോഴേ മനസ്സിലായി ചത്തോന്ന് അറിയാനാണ്. ഞാൻ പറഞ്ഞു ഞാനല്ല മരിച്ചത്, JC പാറക്കടവിലാ മരിച്ചത്. കല്ലുമല കുഞ്ഞുമോൻ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? കാപ്പിക്ക് മധുരം കുറവാണെന്ന് പറഞ്ഞു വിട്ട് അമ്മാമ്മ കാപ്പിയെടുത്ത് വന്നപ്പോഴേക്കുണ്ടല്ലോ ആ ഭൂമുഖത്ത് അവിടെ ഇരിക്കുന്നു. പത്തനാപുരത്ത് പാപ്പച്ചൻ്റെ പച്ചപ്പാടത്ത് 10 പച്ചത്തത്ത ഒത്തു ചത്ത് കുത്തിയിരുന്ന് പിള്ളേര് കടങ്കഥ പറയുന്ന പോലെ അവിടെ ഇരിക്കുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? നിനക്ക് കോടിക്കണക്കിന് ഇട്ടുമൂടാൻ പണമുണ്ടെങ്കിലും നീ ഒരു കട്ടിലേക്ക് കിടന്ന് വാട്ടർ ബെട്ടുമിട്ട് കിടന്ന് തിരിച്ചും മറിച്ചും തൊലിപൊട്ടി ആകപ്പട വയ്യാവേലിയിലായി അങ്ങനെ എടുത്തൊരു നരക ജീവിതം വേണ്ടെന്നങ്ങ് പ്രാർത്ഥിക്കുന്നു. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുന്ന, ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുന്ന, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുന്ന, ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാകട്ടെ എപ്പോഴും ആകട്ടെ ആത്മീകമായ ഒരു കാര്യം ചെയ്തുകൊണ്ട് എടുക്കപ്പെടുന്ന അങ്ങനെ ഭാഗ്യം ലഭിച്ചൊരു തലമുറയുണ്ടെങ്കിൽ അത് 7ാമത്തെ തലമുറയാണ്. ഈ തലമുറയാണത്. Praise the Lord. Praise the Lord. Hallelujah. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് സമയത്ത് എന്നറിയാമോ? 7:30 തുടങ്ങി 8:45 1.25 മണിക്കൂറായി വാതോരാതെ ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടും എപ്പോഴാണ് മരണം വരെ എന്ന് പറയാൻ പറ്റുമോ? ഈ 1.25 മണിക്കൂറിനകം നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾ ഇതുവരെ വാ തുറന്നിട്ടുമില്ല, സ്വത്രം പറഞ്ഞിട്ടുമില്ലെങ്കിൽ ഒന്ന് പിച്ചി നോക്കിയൊക്കെ ചിലപ്പോൾ ചത്തിരിക്കുകയായിരിക്കും. ഏത് സമയത്ത് എങ്ങനെ മരണം വരുന്നത് അറിയാം. ഞാൻ എപ്പോഴും പറയും 1.25 മണിക്കൂർ വചനം കേട്ടിട്ട് വാ തുറക്കാത്തവൻ ഇനി എന്തിനാ തുറക്കുന്നതാ ഞാൻ ചോദിക്കുന്നത്. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവിക്കുന്നത് ക്രിസ്തുവാണെന്നും മരിക്കുന്ന ലാഭമെന്നും പറയാൻ കഴിയുന്ന ഒരൊറ്റ വിഭാഗമേ ലോക ചരിത്രത്തിലുള്ളൂ. അത് യേശുവിനെ വിശ്വസിക്കുന്നവരാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം നിങ്ങൾ. ഇത് 7ാം തലമുറയാണ് പ്രിയപ്പെട്ടവരെ. 3ാമത്തെ ഭാഗത്തേക്ക് വരുന്നു. ഇത് തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവ് ലോകത്തോട് ഇടപെടുന്ന കാലഘട്ടമാണ്. 18 ന്യായാധിപന്മാർ, 41 രാജാക്കന്മാർ, കാലഘട്ടത്തിൻ്റെ യുഗപ്രഭാവ വീരന്മാരായ ഭക്തശിരോമണികൾ, മഹാപുരോഹിതന്മാർ, പ്രവാചകന്മാർ, ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ ഒരു വാചകം ആവർത്തിച്ചു പറഞ്ഞു. യഹോവ ഇപ്രകാരം, യഹോവയുടെ ആ റോൾ അവിടെ അവസാനിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്. യഹോവ പറഞ്ഞതല്ല യേശുക്രിസ്തു പറഞ്ഞത്. ഏലിയാവ് പറഞ്ഞു, യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുഗമിപ്പീൻ, ബാലെങ്കിലോ അവനെ അനുഗമിപ്പീൻ. യേശു അങ്ങനെ ആരാണ് ദൈവമെന്ന് കണ്ടുപിടിച്ച് അവൻ്റെ പുറകെ പോകാനല്ല പറഞ്ഞത്. നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച് താൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിപ്പീൻ. അർത്ഥം ഞാൻ ദൈവമാണെന്നല്ലേ പ്രിയപ്പെട്ടവരെ? പഴയ മതത്തിൽ ചോദിച്ചു, യഹോവേ നിന്റെ പേരെന്താകുന്നു? ഞാനാകുന്നവൻ. യേശുവിൻ്റെ അവകാശവാദങ്ങൾ കണ്ടോ? 7 അവകാശവാദങ്ങൾ. 7 അവകാശവാദം തുടങ്ങുന്നത് ഞാൻ എന്ന വാക്കിലും അവസാനിക്കുന്ന ആകുന്നു എന്ന വാക്കിലുമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു, ഞാൻ ജീവന്റെ വെളിച്ചം ആകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു, ഞാൻ സാക്ഷാൽ വാതിൽ ആകുന്നു. എന്താ അർത്ഥം അറിയാമോ? പഴയമത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന്റെ പേര് ചോദിച്ചപ്പോൾ ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ ഞാൻ ആകുന്നവനാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാനാകുന്നവൻ. പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. ഇനി വരുന്നത് പരിശുദ്ധാത്മാവാണ്. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പാപം ഇന്നലെ ക്രൂശിൽ യേശു മരിച്ചു, അതാണ് സുവിശേഷ പ്രസംഗം. 2 നീതിയെക്കുറിച്ച്, അത് അമ്മൂമ്മ കഥയല്ല. ആ യേശുവിനെ ഇന്ന് നീ വിശ്വസിച്ചാൽ നിനക്ക് നീതീകരിക്കപ്പെടാം. റോമർ 5:1. 3 ന്യായവിധിയെക്കുറിച്ച്. ഇന്നലെങ്കിലും മരിച്ച യേശുവിനെ 1000 വട്ടം നീ കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ പോകുന്നെങ്കിൽ ഇന്ന് കേട്ട ഇതേ ആണിപ്പടുതുള്ള യേശുവിൻ്റെ ഇതേ സ്നേഹത്തിൻ്റെ കരം നിന്റെ ജഡ്ജ്മെന്റ് തയ്യാറാക്കുന്ന ന്യായാധിപന്റെ ബലിഷ്ഠമായ കരമായും തൂലിക തുമ്പായും അത് വെളിപ്പെടാൻ പോവുകയാണ്. നിനക്കൊരു ന്യായവിധിയുണ്ട്. ഇതാരാ പറയുന്നത്? പെന്തിക്കോസുകാരല്ല, ഈ വീട്ടുകാരനല്ല പ്രിയപ്പെട്ടവരെ. എബി ഐരൂരല്ല പറയുന്നത്, പുതുപ്പള്ളി അച്ഛനല്ല പറയുന്നത്. പിന്നെ ആരാ പറയുന്നത്?
ആരാ പറയുന്നത്? അബ്രഹാമിന്റെ വാതിക്കൽ 3 ദൂതന്മാർ. അബ്രഹാം കൃപയുള്ളവനായതുകൊണ്ട് മനസ്സിലായി ഇതിനകത്ത് ഒരാൾ യഹോവയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് 3-ാമത്തെ വാക്യത്തിൽ വിളിച്ചത്. യജമാനന്മാരെ എന്ന് വിളിക്കാതെ ഏകവചനമായി വിളിച്ച് യജമാനനെ, കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. യഹോവയ്ക്കും മനസ്സിലായി ഞാൻ ഇതിനകത്തുണ്ടെന്ന്, ഈ കൊച്ചു കള്ളൻ കണ്ടുപിടിച്ചെന്ന്. അതുകൊണ്ടാണ് 10-ാമത്തെ വാക്യത്തിൽ യഹോവ തിരിച്ചു പറയുകയാണ്, എവിടാ ഭാര്യ സാറ? ഇവിടെയുണ്ട്. അടുത്ത ആണ്ടേക്ക് ഞങ്ങൾ വരുമ്പോൾ എന്നല്ല, അടുത്ത ആണ്ടേക്ക് ഞാൻ വരുമ്പോൾ നിന്റെ ഭാര്യ സാറാക്കൊരു കുഞ്ഞുണ്ടാകും. ദൂതന് പിള്ളേരെ കൊടുക്കാനുള്ള കഴിവില്ല, ദൂത് പറയാനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. ആ അമ്മ മറിയത്തിന്റെ അടുക്ക പറഞ്ഞത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അബ്രഹാമിന് മനസ്സിലായി അടുത്തയാണ്ടേക്ക് ഞാൻ വരുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമെന്ന് പറയണമെങ്കിൽ ഞാനാകുന്നവൻ, ഞാനാകുന്നു എന്ന് പറയുന്ന ആ ഞാനാണ് ഇപ്പൊ പറഞ്ഞത് അവന് മനസ്സിലായി. ഇനി 22-ാമത്തെ വാക്യത്തിൽ എവിടെ വായിക്കുന്ന, ആ 2 പുരുഷന്മാർ സോദോമിലേക്ക് പോയി. അടുത്ത വാക്ക്, അബ്രഹാമോ യഹോവയുടെ മുൻപാകെ നിന്നു. എന്താ മനസ്സിലാക്കുന്നത് അറിയാമോ? ആ 3 പേരിൽ ഒരാൾ യഹോവയാണെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ കേൾക്കുന്ന പ്രഭാഷണത്തിന്റെ പിറകിൽ ജോയി പാറക്കിലാണ് പ്രസംഗിക്കുന്നെങ്കിലും ആ ശബ്ദത്തിന്റെ പിറകിൽ കാലഘട്ടത്തിന്റെ പ്രവാചകനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ സുവിശേഷ മഹായോഗത്തിലൂടെ, ഇത് പെന്തക്കോസ്തുകാരുടെ യോഗമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒരു പാട്ടിന്റെ വരികളിൽ കൂടെ ഈ കീബോർഡിന്റെ 8 കട്ടയും പിടിക്കുമ്പോൾ ആ രാഗത്തിൽ കൂടെ, ആ ശബ്ദത്തിൽ കൂടെ, ആ താളത്തിൽ കൂടെ ഇന്ന് രാത്രിയിൽ താങ്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് എന്ന് മനസ്സിലാക്കണം. ഇന്ന് രാത്രിയിൽ മനുഷ്യന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് സദാകാലം വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. പരിശുദ്ധാത്മാവ് എന്തിനാ ലോകത്തിൽ വന്നത്? 100 കൂട്ടം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമുക്ക് ആത്മദാനമാത്മ സ്നാനമാത്മ അഭിഷേകമാത്മ അച്ചാരമാത്മ അധിവാസമാത്മ മുദ്ര ആത്മനിറവ് ഇതെല്ലാം എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ അതിനൊന്നും സമയം എടുക്കുന്നില്ല. എൻ്റെ സമയം ഏതാണ്ട് അടുത്തിരിക്കുന്നു. വെളിപ്പാട് 1:3 പറയുന്നത് പോലെ സമയം അടുത്തിരിക്കുന്നു. വേഗം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട 2 കാര്യം പറയും. ഒന്ന്, സുവിശേഷം അറിയിക്കാനാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. കാരണം നമ്മൾ സുവിശേഷം പറയാൻ ചെല്ലുന്നവൻ്റെ അകത്ത് ഈ ലോകത്തിൻ്റെ ദൈവമാണുള്ളത്. അതുകൊണ്ട് അവനേക്കാൾ വലിയവൻ നമ്മുടെ അകത്തുണ്ടെങ്കിലേ നമുക്കവനെ കീഴ്പ്പെടുത്താൻ കഴിയൂ. അതുകൊണ്ടാണ് ആത്മശക്തി പ്രാപിച്ചിട്ട് വേണം സുവിശേഷം അറിയിക്കാൻ. 2-ാമത്തെ കാര്യം പരമപ്രധാനമാണ്. 2-ാമത്തെ കാര്യം, നിന്നെ ഒരുക്കിയെടുക്കാനാണ് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നത്. എന്തിനാണ് ഒരുക്കം? യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് ലോകത്തിൽ വന്നു. അവൻ നമ്മെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെടുന്ന പോലെ യേശുക്രിസ്തുവിനെ മണവാട്ടിയാകുവാൻ അവൻ നമ്മെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ സുഹൃത്തേ, എനിക്കും നിനക്കുമൊക്കെ യേശുവിൻ്റെ മണവാട്ടിയാകാൻ എന്ത് യോഗ്യതയാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണിനാണോ പെണ്ണിനാണോ സൗന്ദര്യം? ആരോട് ചോദിക്കാം? എൻ്റെ ഒരു ചിന്ത ആണിനാണെന്നാണ്. കണ്ടോ സൗര്യന്മാർ ആര് ഇത്രയും സ്വത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാരം വിടുന്നില്ല. ആദാമിനെ സൃഷ്ടിക്കുവാൻ എത്ര സമയമെടുത്തു എന്ന് ബൈബിളില്ലല്ലോ, ഇല്ല. പക്ഷേ ഹൗവയെ സൃഷ്ടിക്കുവാൻ സമയത്തിൻ്റെ മണിക്കൂർ പറഞ്ഞില്ലെങ്കിലും കണ്ടമാനം സമയമെടുത്തൊരു സൂചനയുണ്ട്. ആദാമിന് അനസ്തേഷ്യ കൊടുത്ത് കിടത്തേച്ചാണ് ഹൗവായിക്ക് തൊക്കും ഞരമ്പും മാംസം വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ അന്നും ഇന്നും വെച്ച് പിടിപ്പിക്കലും തേച്ച് പിടിപ്പിക്കലും ആർക്കാ? അപ്പോൾ മനസ്സിലായോ ആർക്കാ സൗന്ദര്യത്തിൻ്റെ ബോധം? ഒന്ന് ചിന്തിച്ച് നോക്കി, ആർക്കാണ്? നിങ്ങൾ പറയൂ, ആർക്കാണ്? ആണിനാണോ പെണ്ണിനാണോ സൗന്ദര്യം? എന്നാലും ഒരു മിണ്ടുകയില്ല. ഒരു 25 കൊല്ലം മുമ്പ് എൻ്റെ കല്യാണം നടക്കുമ്പോൾ നാളെ രാവിലെ ബെന്നിയുടെ കല്യാണമാണെന്ന്, ബെന്നിയുടെയും മിന്നിയുടെയും കല്യാണമാണെന്ന് വിചാരിച്ചോളൂ. സങ്കല്പം. നാളെ രാവിലെ 10 മണിക്ക് ബെന്നിയുടെ കല്യാണം. അപ്പോൾ 5 മണിക്ക് ബെന്നി അവിടെ കാണും. അവൻ ചിക്കൻ മേടിക്കാൻ പോയി വെക്കുകയായിരിക്കും. 6 മണിക്കോ അടുത്തുള്ള വാഴപ്പറമ്പിൽ നടന്നിങ്ങനെ മാങ്ങാ പറക്കി തോട്ടിക്കൊല്ലോ വാഴയില ചാച്ച് വിട്ടു നാർക്ക് അവൻ്റെ കല്യാണത്തിന്. 7 മണിക്കോ 2 മണി കയറ് മേടിക്കാൻ പോയി. 8 മണിക്കോ തേങ്ങ, 8:30ക്കോ ഈ സ്വന്തം വീട്ടിൽ മിക്സിയിൽ അടുത്ത വീട്ടിൽ അത് അരയ്ക്കാൻ പോയിരിക്കും. 8:45 അവൻ്റെ കല്യാണത്തിന് കഴുക്കോല് കിട്ടാൻ പന്തലിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു. ഇറങ്ങിയവാടാന്ന് പറഞ്ഞു. പെണ്ണ് കിട്ടണ്ടേ? വേണം, നീ പോയി കുളിച്ചേച്ച് ബാക്കി ഞങ്ങൾ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവൻ വന്ന് ഒരു 9-9:30 ആകുമ്പം എന്നെ പാടത്തോട്ട് കുളിക്കാൻ പോകുന്നു. ഒരു തലക്കെട്ടും കെട്ടി പോവുക. അപ്പം നാട്ടിൽ വെച്ച് എന്നേ ഇപ്പം കുളിക്കാൻ അത്രയൊക്കെ ഉള്ളു. ആണുങ്ങൾക്ക് അത്രയും ഒരുക്കം മതി. ശരിയല്ലേ ഈ പറയുന്നേ?
സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്യാണ ഉറപ്പിൻ്റെ ആൽബം എടുത്ത് നോക്കുക. മണവാളിന് 2 ഫോട്ടോയേ ഉള്ളൂ. ഒന്ന് അളിയൻ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു, വേറെ അളിയൻ സ്പ്രേ അടിച്ചു കൊടുത്തു. ഈ 2 ഫോട്ടോ അല്ലാതെ മണവാളിന് വേറെ ഫോട്ടോ ഇല്ല. അത്രയേ ഉള്ളൂ. അതേസമയം ഈ ബെന്നി കെട്ടാൻ പോകുന്ന പെങ്കുച്ച് മിനി എവിടെന്നറിയാമോ? അത് വെളുപ്പാൻ കാലത്ത് 2 വെള്ളരിക്ക കഷം കിട്ടിയതാണ്. ഒറ്റ ഇരിപ്പാണ്. എവിടെ? ബ്യൂട്ടി പാർലറിൽ. അതിന് ചിക്കൻ മേടിക്കാൻ പോകണ്ടേ, ഇല വെട്ടാൻ പോകണ്ടേ. പെണ്ണ് കണ്ട അന്ന് പോലെ പുറത്തിറങ്ങിയിട്ടില്ല. എന്താ കാര്യം? ഞങ്ങളുടെ നാട്ടിലൊന്നും കല്യാണം ഉറപ്പിച്ച പിന്നെ പുറത്തിറങ്ങി നടക്കല്ലേ പെൺപിള്ളേർ. അവർ പറയും, കല്യാണം ഉറപ്പിച്ച പെണ്ണാ അമ്പലക്കാളൊക്കെ നടക്കുന്നുണ്ട്, കയറി പോടിയാത്ത 40 സോപ്പോ 40 പ്രാവശ്യം തേച്ച് കുടിച്ച് സ്കിൻ പ്രോബ്ലം വരാതെ മാക്സിമം റെഡിയായിട്ട് നിൽക്കണം. അങ്ങനെയാണ് കല്യാണ പെണ്ണ് ഏതാണ്ട് കഥകളി വേഷത്തിൽ വരുന്നത്. പെരുമ്പാവൂർ 5-6 കൊല്ലം മുമ്പ് കല്യാണം നടന്നില്ല. ഞങ്ങളുടെ ചാരം ചർച്ചിലെ എബ്രാം ജോസഫ് പാസ് ഇടപെട്ടു. എന്താ കാര്യം അറിയാമോ? ചെക്കൻ പറയും, ഇത് ഞാൻ കണ്ട പെണ്ണല്ല. ആകെ പ്രശ്നമായി. പിന്നെ എബ്രാം ജോസഫ് പാസ് ഒന്ന് ചോദിച്ചു, എൻ്റെ പൊന്നുമോനെ നീ കണ്ട? എൻ്റെ പാസ് പറഞ്ഞത് കാരണം പുള്ളി അത് വിശ്വസിച്ചു. അത്ര മാറിപ്പോയി പെണ്ണ്. സെൻട്രൽ പാസ് പേര് വരെ പറഞ്ഞപ്പോൾ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇപ്പോൾ ആർക്കാ ഭംഗിയെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആർക്കാ ഭംഗി? എന്നിട്ടും മിണ്ടുന്നില്ല അവർ. ഞാൻ ചോദിക്കട്ടെ, ഈ ആൺമയിലാണ് പീലി വിടർത്തി ഇങ്ങനെ ആടുന്നത്, പെൺമയിലല്ല. അപ്പോൾ ആൺമയിലാണോ പെൺമയിലാണോ ഭംഗി? വാ തുറന്ന് പറ. ആൺമയിലിന്. കാളയ്ക്കാണോ പശുവിനാണോ ഭംഗി? കാളയ്ക്ക്. അവർ മിണ്ടുന്നില്ല. അതൊക്കെ നിങ്ങൾ വീട്ടിലേക്ക് വരാം. കോഴിപ്പൂവിനാണോ പെടക്കോഴിക്കാണോ ഭംഗി? പറ. പൂവൻ കോഴിക്കുക. കൊമ്പനാനയ്ക്കാണോ പിടിയാനയ്ക്കാണോ ഭംഗി? പറ മക്കളെ. കൊമ്പനാനയ്ക്ക. എന്നാലും ഒരു വാതുറക്കല. അങ്ങനെയാണ് ഈ ആണിനാണോ പെണ്ണിനാണോ ഭംഗി? പറ. ഇവർ മിണ്ടാതെന്നറിയാമോ? ആണിനത്ര. എൻ്റെ ഓഞ്ഞ മോന്തയുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. നിങ്ങൾ എന്നെ മുഖത്തേക്കാണോ നോക്കുന്നത്? ഇവിടെ വേറെ ഒരു ആണൊരുത്തരില്ല. ഇവിടെ മനസ്സിലായോ നിങ്ങൾക്ക്? ദൈവസഭയുടെ മണവാളൻ ആരാന്നറിയാമോ? ആരാന്നറിയാമോ? എൻ പ്രിയനെ പോൽ സുന്ദരനായി ഞാൻ ആരെയും കാണുന്നില്ല. 1000ങ്ങളിലും 10000ങ്ങളിലും അതിസുന്ദരനായ യേശു നിന്നെയൊക്കെ മണവാട്ടിയാകാൻ വിളിച്ചിട്ടും ആ വിളിക്ക മനസ്സിലാകുന്നില്ലെങ്കിൽ നിന്റെ യാതൊഗതി എന്നല്ലാതെ എന്താ പറയുക? നമ്മെ തെരഞ്ഞെടുത്ത ദൈവത്തെ കരമുയർത്തൊരു സ്വത്രം പറഞ്ഞാട്ട് ദൈവമക്കളെ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? ബ്യൂട്ടി പാർലറിൽ പോയി മര്യാദയ്ക്ക് വേണം ഒരുങ്ങി വരാൻ. അതാ ചെയ്യേണ്ടത്. ആണായാലും പെണ്ണായാലും വേണ്ടേ? വേണം. കല്യാണപ്പന്തല് കല്യാണം കഴിക്കാൻ നേരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വിയർപ്പ് തുള്ളി വരുമ്പോഴേക്കും ആമ്പിള്ളേരെ കർച്ചീഫ് എടുക്കും. ഇവിടെ തുടയ്ക്കും, ഇവിടെ തുടയ്ക്കും, എല്ലായിടത്തും മൊത്തം തുടക്കില്ല. അതേസമയം പെങ്കൊച്ചോ ഒരു വിയർപ്പകണം ഇതിലേ വന്ന് താഴോട്ടിറങ്ങി. എങ്ങനെ? പീഷോൻ ഗീഹോൻ ഹിദ്ദക്കിൽ ഫ്രാത്ത്. അനങ്ങയില്ല. അവസാനം ചുണ്ടിലേക്ക് വന്ന് ദുഃഖവെള്ളിയാഴ്ച കയ്പനീര് കുടിക്കുന്നവർ ഇറങ്ങിയപ്പം കർച്ചീഫ് എടുത്തിട്ട് നല്ല മടക്കിയിട്ട്. എന്നാ കാര്യം അറിയാമോ? ഇത് ലാക്ടോ കലാമൻ പോൺസോ കുട്ടിക്കുറ ഇപ്പോഴത്തെ ഇന്ത്യയിലേക്ക ഗോൾഡ് എല്ലാം കൂടെ 1/2 ഇഞ്ച് കണത്തിൽ പൊത്തി പിടിപ്പിച്ച ചായ വന്നിരിക്കുന്നത്. അമർത്തി തുടച്ചാൽ ചക്ക വിളിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞിട്ട് പോരും. കവളേന്ന് ഓരിയുമില്ല, കർച്ചേപ്പയെ കിട്ടത്തുമില്ല. ഈ ഗതികേട് വരാതിരിക്കാനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും പറ, ആർക്കാ ഭംഗി? മണവാളനാണ് ഭംഗി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മണവാളൻ, എൻ്റെ ദൈവമേ, ഈ ഊരും പേരും ഇല്ലാത്ത ചന്ദന നിറമുള്ളവർ, സ്വത്രം പറയാത്ത, മനസ്സിലാക്കാൻ വെളുപ്പെങ്കിലും ഉണ്ടുള്ളവർ, എന്നെപ്പോലെ കരിവിട്ടിക്ക് കരിയോയിലടിച്ചവരിൽ സ്വത്രം പറയണ്ടേ? കർത്താവ് നിന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തല്ലോ. ദൈവം നിന്നെ സെലക്ട് ചെയ്തല്ലോ. ഇപ്പൊ ടിവിയിലെല്ലാം അറിയാമല്ലോ, ഒരു എപ്പിസോഡ് മുഴുവൻ ഇതിന്റെ സെലക്ഷൻ ഇന്നാണോ ഔട്ടാണോ എന്തോ തന്നെ പറയുന്നത്. ഡേഞ്ചർ സോൺ. ഒരു എപ്പിസോഡ് തീരാൻ നേരത്താണ് പറയുന്നത് എല്ലാവരും പാടി, എല്ലാവരും നന്നായില്ലെന്ന്. ആരൗട്ട് അറിയത്തില്ല. 21 മിനിറ്റ് പറഞ്ഞു യു ആർ ഇൻ. അപ്പോഴാ പടക്കം പൊട്ടുന്നത്. 750 കോടി ആളുകളിൽ നിന്ന് 135 കോടി ആൾ ഇന്ത്യയിലേക്ക് ദൈവത്തിന്റെ കണ്ണു പതിഞ്ഞു. 3.5 കോടി ആളുകളുള്ള ഈ കേരളത്തിലേക്ക് അവര് ദൃഷ്ടിയെത്തി. ഈ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ ഈ പഞ്ചായത്തിൽ ഈ സ്ഥലത്ത് നിന്റെ പരേതനായ അപ്പന്റെ പേര് വരെ വിളിച്ചു പറഞ്ഞു യു ആർ ഇൻ. നിന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. നിന്നെ ഞാൻ എന്റെ മണവാട്ടിയായി സെലക്ട് ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ആ വിളി തിരിച്ചറിയാതെ പോകരുത്. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് 4-മത്തെ കാര്യം? കൃപയുടെ വാതിൽ അടയാറായി. ഇത് കൃപായുഗമാണ്.
ഇതിനു മുൻപ് 3 യുഗങ്ങൾ ഉള്ളതായി വേദപുസ്തകം പറയുന്നു. ഏതാണത്? നിഷ്പാപയുഗമുണ്ട്, വാഗ്ദത്ത യുഗമുണ്ട്, ന്യായപ്രമാണ യുഗമുണ്ട്. ഇതിന് ശേഷവും എത്ര യുഗമുണ്ട്? ഇതിന് ശേഷവും 3 യുഗങ്ങളുണ്ട്. ഏതാണത്? മഹാപീഡനകാല യുഗമുണ്ട്, സഹസ്രാബ്ദ യുഗമുണ്ട്, നിത്യതയുടെ യുഗമുണ്ട്. അപ്പോൾ 3 6 യുഗത്തിൻ്റെ നടുവിലാണ് കൃപായുഗം. ഇതാണ് കൃപായുഗം. എന്താണ് കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് പ്രതിഫലിച്ചു കൂടാതെ ദാനമായി ലഭിക്കുന്നതാണ് കൃപ. ഏതാണ് ഈ കൃപ? യേശുവാണ് ഈ കൃപ. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ വചനം പറഞ്ഞ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവത്തിന്റെ കൃപ ഉദിച്ചുവല്ലോ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കൈക്കരുത്ത് കൊണ്ടല്ല, മസിൽ പവർ കൊണ്ടല്ല, കൃപ കൊണ്ടാണ് ജീവിക്കുന്നത്. സ്വർഗത്തിൽ ചെന്നാൽ നീ കാണാൻ പോകുന്ന താജ്മഹലല്ല, നയാഗര വെള്ളച്ചാട്ടമല്ല, കൃപയുടെ അത്യന്ത ധനമാണ് വരും കാലങ്ങളിൽ കാണാൻ പോകുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ കൃപ ഏതാണെന്നറിയാമോ? അതാണ് പഴയ നിയമത്തിൽ നോഹയ്ക്ക് ദൈവത്തിൻ്റെ. അതുകൊണ്ട് ഒറ്റപ്പെട്ടകം, ഒറ്റ വാതിൽ 120 വർഷത്തോളമെങ്കിലും അവനത് വിളിച്ചു പറഞ്ഞു കാണും. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, ആ പെട്ടകം പണിത് ആരാ? ആശാരി. അതിനെ കീലും പശയും ഇട്ടത്, അതിനെ ചവിട്ടി പിടിച്ചിരുന്നത്, അതിന് ആണി തറച്ചത്, എല്ലാം മർദ്ദനമുറകൾ എല്ലാം ചെയ്ത ആശാരിയാണെങ്കിലും, അതിൻ്റെ വാതിലിന് വിജാഗരിയും കുറ്റിയും കൊളുത്തും വെച്ചത് ആശാരിയാണെങ്കിലും, അടച്ചത് ആശാരിയല്ല, അടച്ചത് നോഹയല്ല, യഹോവയാണ് പെട്ടകത്തിന്റെ വാതിലടച്ചത്. ഇന്ന് രാത്രിയിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തുറക്കപ്പെട്ടൊരു കൃപയുടെ വാതിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം കസേരകളിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ പ്രിയപ്പെട്ടവർ. വേഗത്തിൽ